ഹായ് എല്ലാവർക്കും നമസ്കാരം. നമ്മൾ നോക്കാൻ പോകുന്നത് അരിത്മെറ്റിക് പ്രോഗ്രഷൻ ആൻഡ് ജോമെട്രിക് പ്രോഗ്രഷൻ എന്ന ടോപ്പിക്കാണ്. അപ്പോൾ പ്ലസ് വണ്ണില് മുമ്പ് ആയിരുന്നെങ്കിൽ സീക്വൻസ് ആൻഡ് സീരീസ് എന്ന ആ ഒരു ചാപ്റ്ററിന്റെ കീഴിൽ അരിത്മെറ്റിക് പ്രോഗ്രഷൻ ജോമെട്രിക് പ്രോഗ്രഷൻ ഈ രണ്ട് ടോപ്പിക്കും ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പോഴത്തെ ആ ഒരു സിലബസിൽ അരിത്മെറ്റിക് പ്രോഗ്രഷൻ എന്ന ടോപ്പിക്ക് ഇല്ല, ജോമെട്രിക് പ്രോഗ്രഷൻ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് നമുക്ക് മെയിനായിട്ടും ഇപ്പോൾ നമ്മൾ 10ാം ക്ലാസ്സിൽ അടുത്തൊരു സീക്വൻസ് എന്ന് പറയുക സമാന്തര ശ്രേണി എന്ന് പറഞ്ഞ് പഠിച്ചിട്ടുണ്ടല്ലോ. അത് തന്നെയാണ് അടുത്തൊരു പ്രോഗ്രഷൻ എന്ന് പറഞ്ഞാലും കേട്ടല്ലോ. അപ്പൊ നമുക്ക് മെയിനായിട്ട് 10ാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്കിലെ കുറച്ച് കാര്യങ്ങളും പിന്നെ പഴയ പ്ലസ് 1 ടെക്സ്റ്റിലുള്ള കുറച്ച് കാര്യങ്ങളായിട്ട് എന്ത് ചെയ്യാം, നമുക്ക് അടുത്തൊരു പ്രോഗ്രഷൻ മാക്സിമം കവർ ചെയ്യാം. ഓക്കെ, ഇന്ന് ജോയിന്റ് പ്രോഗ്രഷൻ പ്ലസ് 1 കാര്യങ്ങൾ തന്നെ എന്ത് ചെയ്യാം, പഠിച്ചു പോവാം. ഓക്കെ, അപ്പോൾ അടുത്തൊരു പ്രോഗ്രഷൻ നമ്മൾ 10ാം ക്ലാസ്സിന്റെയും പ്ലസ് 1 പഴയ ടെക്സ്റ്റിലെ കാര്യങ്ങളാണ് പറയുന്നത്. പിന്നെ എന്താ ജോയിന്റ് പ്രോഗ്രഷൻ ആണെങ്കിൽ നമ്മൾ പ്ലസ് 1 ടെക്സ്റ്റിൽ ഇപ്പം നിലവിലുണ്ട്. ഓക്കെ, അത് വെച്ച് എന്ത് ചെയ്യാം, നമുക്ക് പഠിച്ച് പോവാം. ഓക്കെ, അത്യാവശ്യം കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് ഉണ്ടല്ലോ. ഓക്കെ, അപ്പോൾ അതിൽ ആദ്യം എന്താണ് അടുത്തൊരു സീക്വൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഫിക്സഡ് ടേം അല്ലെ ഫസ്റ്റ് ഒരു ടേം കാണും, അതിനോട് എന്ത് ചെയ്തു ഒരു കോൺസ്റ്റന്റ് എന്ത് ചെയ്യണം, ആഡ് ചെയ്ത് പോവുകയാണ്. ഓക്കെ ആണല്ലോ, എന്നുവെച്ചാൽ ഡെഫിനിഷൻ കൊണ്ട് ഒന്നും പഠിക്കണമെന്നില്ല. അതായത് എ സീക്വൻസ് ഗോട്ട് ബൈ സ്റ്റാർട്ടിങ് വിത്ത് എനി നമ്പർ, ഏതെങ്കിലും ഒരു നമ്പറിൽ സ്റ്റാർട്ട് ചെയ്യുന്നു ബൈ ആഡിങ് എ ഫിക്സഡ് നമ്പർ റിപ്പീറ്റ്ലി. ഒരു ഫിക്സഡ് നമ്പർ എന്താണ് റിപ്പീറ്റഡ് ആയിട്ട് ആഡ് ചെയ്ത് പോകുന്നു. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ 3 ഫസ്റ്റ് 3 എടുത്തു, ഞാൻ 4 ആഡ് ചെയ്ത് പോകണ്ടാവും. 3 + 4 7 11 15 എക്സെട്ര. ഇതൊരു അടുത്തൊരു സീക്വൻസ് ആണല്ലോ. ഇപ്പോൾ ഞാൻ ഒരു 47 സ്റ്റാർട്ട് ചെയ്യാം. 47 സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരു -4 ആഡ് ചെയ്യാം. -4 ആഡ് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ ആക്ച്വലി എന്താണ് അത് -4 ആഡ് ചെയ്യുന്നു പറയുമ്പോൾ അവിടെ കുറയ്ക്കുകയാണ് ചെയ്യുന്നത് അല്ലേ. 4 കുറച്ചാൽ മതി എന്ന് കിട്ടും. 43 43 എന്ന് കിട്ടും. അടുത്തോ 39 എന്ന് വരും, 35 എന്ന് വരും. ഇങ്ങനെ എന്ത് ചെയ്യും, കുറഞ്ഞു പോകും. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇതാണ് എന്ത് അടുത്തൊരു സീക്വൻസ് എന്ന് പറയുന്നത്. ആ ഫിക്സഡ് നമ്പർ എന്ത് ചെയ്യണം, റിപ്പീറ്റഡ് ആയിട്ട് ആഡ് ചെയ്ത് പോകുന്നു. ഓക്കെ, ആ ഫിക്സഡ് നമ്പർ എന്ന് പറയുമ്പോൾ പോസിറ്റീവ് ആവാം നെഗറ്റീവ് ആവാം എന്തോണം ആവാം പറഞ്ഞിട്ടില്ല ഓർമ്മിച്ചോണേ. അപ്പോൾ അടുത്തൊരു സീക്വൻസിൽ അടുത്തടുത്ത 2 ടേമിന്റെ ഡിഫറൻസ് എപ്പോഴും എന്തായിരിക്കും, സെയിം ആയിരിക്കും. ഓക്കെ, അടുത്തടുത്ത 2 ടേമിന്റെ ഡിഫറൻസ് എന്തായിരിക്കും, എപ്പോഴും സെയിം ആയിരിക്കും ആണല്ലോ. നമുക്ക് ഡി ഈക്വൽ ടു നമുക്ക് എന്ത് ചെയ്യാം, കോമൺ ഡിഫറൻസ് ഡി ഈക്വൽ ടു അവിടെ x2 - x1 എന്ന് പറയാം. ഓക്കെ ആണോ, അതായത് x2 എന്ന് പറയുമ്പോൾ സെക്കൻഡ് ടേം മൈനസ് ഫസ്റ്റ് ടേം. ഓക്കെ, അതേപോലെ x3 - x2 അങ്ങനെ എന്തുകൊണ്ട് എടുക്കാം. അടുത്തടുത്ത 2 ടേം തമ്മിലുള്ള ഡിഫറൻസ് ആണ് കോമൺ ഡിഫറൻസ് ഡി എന്ന് പറയുന്നത്. ഓക്കെ, കോമൺ ഡിഫറൻസ്. ഇതിൽ ഫസ്റ്റ് ടേമിന് നമ്മൾ എങ്ങനെ കൊടുക്കുക, ഫസ്റ്റ് ടേമിന് റെപ്രസെന്റ് ചെയ്യാനായിട്ട് എഫ് അല്ലെങ്കിൽ എ എന്തുകൊണ്ട് കൊടുക്കാം കണ്ടല്ലോ. എഫ് അല്ലെങ്കിൽ എ. പഴയ ആൾക്കാരാണെങ്കിൽ എ വെച്ചായിരിക്കും പഠിച്ചിട്ടുണ്ടാവുക മെയിനായിട്ട്. ഇപ്പോഴത്താണെങ്കിൽ എഫ് വെച്ചായിരിക്കും പഠിച്ചിട്ടുണ്ടാവുക. എന്താണ് എന്ത് ചെയ്യാം, ഓർത്ത് വെച്ചിരിക്കുക. ഓക്കെ, ഫസ്റ്റ് ടേം എഫ് അല്ലെങ്കിൽ എ, കോമൺ ഡിഫറൻസ് ഡി കിട്ടുമല്ലോ. ഓക്കെ ശരി, നമുക്ക് അത്യാവശ്യം വേണ്ടുന്ന കുറച്ച് കാര്യങ്ങൾ മാത്രം പറഞ്ഞു പോയാൽ മതി കേട്ടോ, അതൊന്നും വേണ്ട. ഇവിടെ ഓർമ്മിക്കേണ്ട കാര്യം, ഈ ഒരു സ്റ്റേറ്റ്മെന്റിൽ നിന്ന് നമുക്ക് ആവശ്യമുള്ള കാര്യം മാത്രം മതി. അതായത് ഇപ്പൊ 2 ടേം ഒരു ഇപ്പൊ ഡി ഈക്വൽ ടു ഇക്വേഷൻ ആയിട്ട് പഠിച്ചു ചെയ്യാട്ടോ. ഡി ഈക്വൽ ടു ടേം ഡിഫറൻസ് ബൈ അതിന്റെ പൊസിഷൻ ഡിഫറൻസ്. ടേം ഡിഫറൻസ് ബൈ പൊസിഷൻ ഡിഫറൻസ്. കോമൺ ഡിഫറൻസ് നമുക്ക് അങ്ങനെയും കണ്ടുപിടിക്കാമേ. അങ്ങനെ 2 ടേംസ് തമ്മിലുള്ള ഡിഫറൻസ് എടുത്തിട്ട് അതിന്റെ എത്രാമത്തെ ആണോ അതിന്റെ സ്ഥാനം വരുന്നത് അത് എന്ത് ചെയ്യുക, മൈനസ് ചെയ്യുക. ഫോർ എക്സാമ്പിൾ ഇപ്പൊ 3rd ടേം, ഒരു സീക്വൻസിന്റെ 3rd ടേം എത്ര ഉണ്ട്, 20 ഉണ്ടെന്ന് വിചാരിക്കുക. 7th ടേം ഈക്വൽ ടു 36 എന്ന് വിചാരിക്കാം. ഓക്കെ, അങ്ങനെ അങ്ങനെ ഡി കാണാൻ വേണ്ടി എന്ത് ചെയ്യുക, അവിടെ ടേം ഡിഫറൻസ് വരുമ്പം 7th ടേം എത്ര 36 അല്ലേ. അപ്പൊ 36 മൈനസ് 3rd ടേം എന്ന് പറയുമ്പോൾ 20 ബൈ ഇനി അതിന്റെ പൊസിഷൻ ഡിഫറൻസ് എടുക്കുക. 36 എന്ന് പറയുമ്പോൾ അതിന്റെ പൊസിഷൻ എത്ര 7 അല്ലേ. അപ്പൊ 7 മൈനസ് 3. അപ്പൊ 36 മൈനസ് 20 എന്ന് പറയുമ്പോൾ 60 എന്ന് വരും. ബൈ 7 മൈനസ് 3 എത്ര 4 ഈക്വൽ ടു എത്ര ഇട്ടോ ഡിവൈഡ് ചെയ്യുമ്പോൾ 4 എന്ന് കിട്ടും. കണ്ടോ, അപ്പൊ ഇത്തരത്തിൽ നമുക്ക് എന്ത് ചെയ്യാം, കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാനായിട്ട് പറ്റും.
ഓക്കെ, ടേം ഡിഫറൻസ് ബൈ പൊസിഷൻ ഡിഫറൻസ്. കുറച്ചുകൂടെ ഇക്വേഷൻ ആയിട്ട് തന്നെ പറയണമെങ്കിൽ എന്ത് ചെയ്യാം, ഡി ഈക്വൽ ടു എക്സ് എം മൈനസ് എക്സ് എൻ, അതാണ് ടേം, ബൈ അതിന്റെ പൊസിഷൻ ആണ് എമ്മും എന്നും പറയുന്നത്, എം മൈനസ് എൻ. ഇങ്ങനെയും എന്ത് ചെയ്യാം, പഠിച്ചു ചെയ്യാം കേട്ടല്ലോ. ഓക്കെ, ടേം ഡിഫറൻസ് ബൈ അതിന്റെ പൊസിഷൻ ഡിഫറൻസ് ചെയ്യുമ്പോൾ നമുക്ക് അവിടെ ഡി കിട്ടും, കോമൺ ഡിഫറൻസ്. ഓക്കെ, പിന്നെ ഒരു ഇക്വേഷൻ കൂടാ, ഒരു സീക്വൻസിലെ മൂന്ന് ടേം, മൂന്ന് കോൺസിക്യൂട്ടീവ് ടേംസ്, ഇപ്പം എ ബി സി ആണെന്ന് വിചാരിക്കാം. ഒരു സീക്വൻസിലെ മൂന്ന് കോൺസിക്യൂട്ടീവ് ടേംസ് എ ബി സി ആയാൽ ആ മിഡിൽ ടേം കാണാനായിട്ട് ബിക്ക് നമുക്ക് എന്ത് ചെയ്യണം, എ പ്ലസ് സി ബൈ ടു ആയിരിക്കും. മിഡിൽ ടേം എന്ന് പറയുമ്പോൾ എ പ്ലസ് സി ബൈ ടു ആയിരിക്കും. ഓക്കെ ആണോ? ഒരു സീക്വൻസിലെ മൂന്ന് കോൺസിക്യൂട്ടീവ് ടേംസ് അറിയാമെങ്കിൽ അല്ല മിഡിൽ ടേം എന്തായിരിക്കും, അതിന്റെ രണ്ട് സൈഡിലുള്ള നമ്പർ ഉണ്ടല്ലോ, പ്ലസ് കിട്ടുന്ന ഹാഫ് എടുക്കാം. ഓക്കെ, അപ്പൊ എന്നിട്ട് നമുക്ക് ഇവിടെ മിഡിൽ ടൈം കിട്ടും. ഓക്കെ ആണോ? ഓക്കെ, അപ്പൊ ഇവിടെ ഇതൊക്കെ ജസ്റ്റ് ഓർമ്മിച്ചതേ, 24 42 ഉണ്ട്, അടുത്ത നമ്പർ ഇല്ല, രണ്ടെണ്ണം. അപ്പൊ എന്ത് ചെയ്യാ, 24 42 അവിടെ കോമൺ ഡിഫറൻസ് നോക്കുക. ഡിഫറൻസ് 42 നിന്ന് 24 മൈനസ് എത്ര കിട്ടും, 18 എന്ന് കിട്ടും, 18. ഓക്കെ, അപ്പൊ 18 എന്ത് ചെയ്യുക, തൊട്ടടുത്ത് ആഡ് ചെയ്ത് പോവാ, 42 എന്ത് ചെയ്യുക, 18 ആഡ് ചെയ്യുക, എത്ര കിട്ടോ, 60 എന്ന് വരും. അടുത്ത് വീണ്ടും ആഡ് ചെയ്യുക, 78 എന്ന് വരും. കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കുക, എന്ത് ചെയ്യുക, ആഡ് ചെയ്ത് പോവാ. ഓക്കെ, ഇവിടെ ആണെങ്കിലോ, ഇവിടെയും ഡിഫറൻസ് 18 ആണല്ലോ, അപ്പൊ ഫസ്റ്റ് തൊട്ട് മുമ്പത്തെ കാണാൻ വേണ്ടി എന്ത് ചെയ്യുക, അവിടെ കോമൺ ഡിഫറൻസ് മൈനസ് ചെയ്യുക തൊട്ട് മുമ്പത്തെ. അപ്പൊ 24 18 മൈനസ് ചെയ്യുമ്പോൾ എത്ര കിട്ടും, 6 എന്ന് കിട്ടും, 6 എന്ന് വരും. 24 18 മൈനസ് ചെയ്യുക. ഓക്കെ, അപ്പൊ തൊട്ടടുത്ത അതായത് അതിന് ശേഷമുള്ള നമ്പർ കാണാൻ വേണ്ടി എന്ത് ചെയ്യുക, തൊട്ട് മുമ്പത്താണെങ്കിൽ മൈനസ് ചെയ്യുക പറഞ്ഞല്ലോ. ഓക്കെ, തൊട്ടടുത്താണെങ്കിലോ 42 18 എത്ര 60 എന്ന് കിട്ടും. ഓക്കെ, ഇവിടെ വരുമ്പോൾ എന്ത് ചെയ്യുക, രണ്ട് പ്രാവശ്യം മൈനസ് ചെയ്ത് പോവാ പറഞ്ഞല്ലോ. ഇവിടെ 24, ഇവിടെ കോമൺ ഡിഫറൻസ് 18 ആണ്, അപ്പൊ 24 മൈനസ് ചെയ്യുമ്പോൾ 6 കിട്ടും. അടുത്ത നമ്പർ ആണല്ലോ, വീണ്ടും മൈനസ് ചെയ്യുക, 6 മൈനസ് 18 എത്ര വരും ഇവിടെ, കുറച്ചിട്ട് വലുതിന്റെ ചിഹ്നം കൊടുക്കുക, കുറച്ചിട്ട് വലുതിന്റെ ചിഹ്നം കുറയ്ക്കുമ്പോൾ എത്ര 12 കിട്ടും, വലുതിന്റെ ചിഹ്നം മൈനസ് -12 വരും. ഓക്കെ, ക്ലിയർ ആണോ? ഓക്കെ, ഇവിടെ ആണെങ്കിലോ നാലാമത്തേല് ഇവിടെ 24 ഉണ്ട് 42 ഉണ്ട് ആണല്ലോ, ഈ മിഡിൽ ടേം കാണണം അല്ലേ, നേരത്തെ പോലെ അവിടെ എന്ത് ചെയ്യുക, ബി ഈക്വൽ ടു എ പ്ലസ് സി ബൈ ടു എന്നല്ലേ ആണല്ലോ. ഇവിടെ എന്ത് ചെയ്യുക, 24ഉം 42 പ്ലസ് ചെയ്യാം, ബൈ 2 കൊടുക്കാം, എത്ര ഇട്ടാ 66 ബൈ 2 എത്ര കിട്ടും, 33 എന്ന് കിട്ടും. ഓക്കെ ആണോ? അപ്പൊ മിഡിൽ ടൈം കാണാൻ വേണ്ടി എന്ത് ചെയ്യുക, തൊട്ടടുത്ത അപ്പുറത്തും ഇപ്പുറത്തുള്ള രണ്ട് ടൈമിന്റെയും സം എടുത്തിട്ട് ഹാഫ് എടുക്കുക, 33. ബാക്കി കോമൺ ഡിഫറൻസ് വിളിച്ചിട്ട് തൊട്ടടുത്ത ടൈം കണ്ടുപിടിച്ചാൽ മതി. ഓക്കെ, അഞ്ചാമത്തോ അതുപോലെ തന്നെയാണ്. ഓക്കെ, ഇനി ആറാമത്തേലോ ഇവിടെ ഫസ്റ്റ് ടൈം എത്ര ഉണ്ട്, 24 ഉണ്ട്, ഫോർത്ത് ടൈം എത്രയുണ്ട്, 42 ഉണ്ട്. ഫസ്റ്റ് ടൈം 24 ഉണ്ട്, ഫോർത്ത് ടൈം 42 ഉണ്ട്. നമുക്ക് ഇവിടെ എന്ത് ചെയ്യാം, അവിടെ ഡി ഈക്വൽ ടു ടേം ഡിഫറൻസ് ബൈ പൊസിഷൻ ഡിഫറൻസ് ആണല്ലോ. അപ്പൊ 42 മൈനസ് 24 ബൈ അതിന്റെ പൊസിഷൻ എത്ര, 42 നമ്മൾ നാലാത്തല്ലേ, 4 മൈനസ് 1 ഇവിടെ മൈനസ് എത്ര 18 ബൈ 3 എന്ന് വരും, ഈക്വൽ ടു 6 എന്ന് കിട്ടും. കോമൺ ഡിഫറൻസ് എത്ര 6 കിട്ടിയല്ലോ. അപ്പൊ 24 6 ആഡ് ചെയ്യുക, അപ്പൊ ഇവിടെ 30 36 ഇങ്ങനെ പോകും. ഓക്കെ ആണോ? ഓക്കെ, അപ്പൊ ഈ താഴത്തേക്ക് ഇതുപോലെ തന്നെ, അതായത് 30 ടൈം ഉണ്ട് 60 ടൈം ഉണ്ട്, ഡി കണ്ടുപിടിക്കുക വേണ്ടല്ലോ. ഓക്കെ, ഡി കണ്ടുപിടിക്കുക, അത് വെച്ചിട്ട് ഫസ്റ്റ് 5 ടൈംസ് ഒക്കെ എഴുതുന്നേ ഉള്ളൂ. ഓക്കെ, ഇവിടെ ഒരെണ്ണം ചെയ്യാം, ഇവിടെ 30 ടൈം 34, 60 ടൈം 67 അല്ലോ. അപ്പൊ അവിടെ ഡി കണ്ടുപിടിക്കുകയാണ്, ഡി ഈക്വൽ ടു 67 മൈനസ് 34 ബൈ അതിന്റെ പൊസിഷൻ നോക്കുക, 67 എത്ര 6 അല്ലേ, 6 മൈനസ് 3 ഈക്വൽ ടു 67 34 മൈനസ് 7 4 കുറച്ച് 3 6 3 കുറച്ച് 3 ബൈ 6 മൈനസ് 3 എത്ര 3 തന്നെ ഈക്വൽ ടു എത്ര കിട്ടോ 11 കിട്ടും. കോമൺ ഡിഫറൻസ് എത്ര 11 കിട്ടി. ഇനി അത് ഫസ്റ്റ് ടൈം ചോദിച്ചാലോ, ഇവിടെ തേർഡ് ടൈം അറിയാം എത്ര 34 എന്ന് അറിയാം ആണല്ലോ, തേർഡ് ടൈം 34 എന്ന് അറിയാം. അത് വെച്ചുകൊണ്ട് നമുക്ക് ഫസ്റ്റ് ടൈം കണ്ടുപിടിക്കാം. ഇപ്പൊ ഒരു കാര്യം ആലോചിക്കുക, അതായത് ഇപ്പൊ തേർഡ് ടൈം 34 ആണെങ്കിൽ ഫസ്റ്റ് ടൈം കാണാനായിട്ട് എന്ത് ചെയ്യാം, നമുക്കിവിടെ 2 പ്രാവശ്യം എന്ത് ചെയ്യാൻ മതി, ഡി കുറച്ചാൽ മതി. അപ്പൊ തേർഡ് ടൈം അറിയാമെങ്കിൽ ഫസ്റ്റ് ടൈം കാണാൻ വേണ്ടി എന്ത് ചെയ്യുക, 2 പ്രാവശ്യം ഡി കുറച്ച് പോവാ. അതുപോലെ തേർഡ് ഇപ്പൊ സിക്സ്ത് ടൈം അറിയാം, ആറാമത്തെ അറിയാലോ. ഇനി ഫസ്റ്റ് ടൈം കാണാൻ വേണ്ടി എന്ത് ചെയ്യാം, 5 പ്രാവശ്യം ഡി കുറച്ച് പോവാം.
ഓക്കെ, 10ാമത്തെ ടൈം അറിയാമെങ്കിൽ 9 പ്രാവശ്യം ഡി കുറച്ച് വരുമ്പോൾ എന്ത് കിട്ടും? ഫസ്റ്റ് ടൈം കിട്ടും. ഓക്കെ, ഇനി 10ാമത്തെ ടൈം തന്നിട്ട് 20ാമത്തെ ടൈമാണ് ചോദിക്കുന്നത് വിചാരിക്കാം, അത് 25ാമത്തെയാണ് ചോദിക്കുന്നത് വിചാരിക്കാം. 10ാമത്തെ ടൈം തന്നിട്ട് 25ാമത്തെയാണ് ചോദിക്കുന്നതെങ്കിൽ അവിടെ എന്ത് ചെയ്യാം? നമുക്ക് അവിടെ 15 പ്രാവശ്യം ഡി കൂട്ടി പോയി, അവിടെ ഡിഫറൻസ് ഉണ്ടല്ലോ. 10ാമത്തെ ടൈം അറിയാം, 25ാമത്തേന് വേണ്ടെങ്കിൽ എന്ത് ചെയ്യാം? 15 പ്രാവശ്യം ഡി കൂട്ടി പോയാൽ എന്താവും? 25 കിട്ടും. കണ്ടല്ലോ, അത് ചുമതായിട്ട് വേറെ ക്വസ്റ്റ്യൻ വരെ കൊടുത്താൽ. ഓക്കെ, അപ്പൊ ഇവിടെ തേർഡ് ടൈം 34 ആണല്ലോ. അപ്പൊ ഡി എത്ര കിട്ടി? 11 കിട്ടി. ഫസ്റ്റ് ടൈം ആണെങ്കിൽ എന്ത് ചെയ്യാം? ഇവിടെ 34 അല്ലേ തേർഡ് ടൈം, കുറച്ച് എഴുതിയാലും മതി. പറഞ്ഞല്ലോ 34 11 കുറയ്ക്കാം, 23, പിന്നെ കുറയ്ക്കുമ്പോൾ എത്ര? 12, ഇങ്ങനെ കിട്ടും. ഓക്കെ, അല്ല 34 2 പ്രാവശ്യം ഡി എന്ത് ചെയ്യുക? കുറയ്ക്കാം. 2 പ്രാവശ്യം ഡി എന്ന് പറയുമ്പോൾ ഡി 11 2 പ്രാവശ്യം ആകുമ്പോൾ എന്തായി? 22 34 22 കുറച്ചാലും കിട്ടും നമുക്ക് ഇവിടെ ആൻസർ. അങ്ങനെയാണോ ചെയ്യാം. ഓക്കെ, ഇനി 5ാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ. ഇവിടെ സെക്കൻഡ് ടൈം 5 ഒന്നുണ്ട്, ഫിഫ്ത്ത് ടൈം 2 ഒന്നുണ്ട്. അപ്പൊ സെക്കൻഡ് ടൈം 5 എന്ന് പറയുമ്പോൾ അവിടെ എന്ത് വരടാ? ഡി എന്ന് പറയുമ്പോൾ ഞാൻ വലിയ നമ്പർ എടുക്കണേ, 5 - 2 എഴുതി ഇവിടെ ബൈ. ഇനി എന്ത് ചെയ്യുക? ഈ 5 എന്ന് പറയുമ്പോൾ എത്രാമത്തെ ടൈം ആണ്? സെക്കൻഡ് ടൈം ആണ് ഇല്ലേ? അപ്പൊ അത് വേണം താഴെ എഴുതാനായിട്ട്, മാർക്ക് പോയത്. ക്ലിയർ ആയോ? നമ്മൾ ആദ്യം എഴുതുന്ന ടൈം ഏതാണോ അതിന്റെ പൊസിഷൻ തന്നെ താഴെ എഴുതണം. കേട്ടല്ലോ. അത് 2 എന്ന് പറയുമ്പോൾ ഫിഫ്ത്ത് ടൈം അല്ലേ, അത് താഴെ കൊടുക്കാം. ഓക്കെ, ഈക്വൽ ടു 5 - 2 എന്ന് പറയുമ്പോൾ 3 ബൈ താഴെ തരും -3 എന്ന് വരും, ഈക്വൽ ടു -1. കണ്ടോ, ഡി എന്ന് പറയുമ്പോൾ എത്ര? -1 വരും. അപ്പൊ ഇങ്ങനെയൊക്കെ എന്ത് ചെയ്യാം? കോമൺ ഡിഫറൻസ് കൊണ്ട് ഇങ്ങനെയൊക്കെ എന്ത് ചെയ്യാം? ചോദ്യം വരാം. ഓക്കെ, അപ്പോ ഇവിടെ ഒരു കാര്യം ഓർമ്മിക്കുക, അവിടെ ടേമും അതിന്റെ പൊസിഷനും മാറി നിൽക്കണുള്ളൂ അല്ലെ. അതായത് സെക്കൻഡ് ടൈം ആണ് 5, ഫിഫ്ത്ത് ടൈം ആണ് 2. ആ 2ഉം 5ഉം തന്നെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി നിൽക്കുന്നുള്ളത് ആണല്ലോ. അപ്പൊ ഇങ്ങനെ വരുമ്പോൾ ഡി എത്ര ആയിരിക്കും? -1 ആയിരിക്കും. കേട്ടല്ലോ. ഇപ്പോ 8th ടൈം 12, 12th ടൈം 8, ഡി എത്ര ആയിരിക്കും? -1. ഇപ്പൊ 10th ടൈം 20, 20th ടൈം 10, ഡി എത്ര ആയിരിക്കും? -1 ആയിരിക്കും. ഓർമ്മിച്ച് വെച്ചിരിക്കുക, അപ്പൊ ചെയ്യേണ്ട കാര്യം വരത്തില്ല, പറയണ്ടല്ലോ. ഓക്കെ, അപ്പൊ ആ തേർഡ് ക്വസ്റ്റ്യൻ നോക്കടാ. ഫിഫ്ത്ത് ടൈം ഓഫ് അടുത്തൊരു സീക്വൻസ് 38 എന്നും 9th ടൈം 66 എന്നുണ്ട്. വാട്ട് ഈസ് ദ 25th ടൈം? ഡി കണ്ടുപിടിക്കാലോ. വേണമെങ്കിൽ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യാം? ഡി എന്ന് കണ്ടുപിടിച്ച് നോക്കാം. ഓക്കെ, അപ്പൊ ഡി എന്ന് പറയുമ്പോൾ 9th ടൈം 66 അല്ലേ, -38 ബൈ 66 എന്ന് പറയുമ്പോൾ 9ാമത്തെയാണ്, മൈനസ് മറ്റേതോ 30 ഇരുന്നോ 5ാമത്തെയാണ്, ഈക്വൽ ടു 8 5 3 2 28 എന്ന് കിട്ടും. ബൈ 9 - 5 എത്ര? 4. കുറയ്ക്കുമ്പോൾ 28/4 7 എന്ന് വരും. അപ്പൊ കോമൺ ഡിഫറൻസ് പൊതു വ്യത്യാസം എത്ര? 7 എന്ന് കിട്ടി ആണല്ലോ. ഇനി 25ാമത്തെ കാണാനായിട്ട് അവിടെ എന്ത് ചെയ്യാം? ഒന്നാലോചിച്ചോടാ. ഇവിടെ 5ാമത്തെ ടൈം ഉണ്ടല്ലോ, 5ാമത്തെ ടൈം ഉണ്ട്, 25ാമത്തെയാണ് വേണ്ടത്. അവിടെ വ്യത്യാസം എത്ര? 20 അല്ലേ? 5 25 20 ആണ് വ്യത്യാസം അല്ലോ. അപ്പോ 25ാമത്തെ ടേം കാണാനായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ മതി? അവിടെ 5ാമത്തെ ടേമിന്റെ കൂടെ, അതായത് x5 എടുത്തേ, 5ാമത്തെ ടേമിന്റെ കൂടെ 20 പ്രാവശ്യം ഡി അങ്ങ് കൂട്ടിയാൽ മതി, 25 ആവും. ഇനി 9ാമത്തെ എടുക്കുന്നെങ്കിലോ, 9ാമത്തെ ആണെങ്കിൽ അതിനോട് എത്ര? ഒരു 16 പ്രാവശ്യം കൂട്ടുമ്പോൾ 25 ആവും. 9 16 കൂട്ടുമ്പോൾ 25 ആവും. കേട്ടല്ലോ, അങ്ങനെയും ചെയ്യാം. അപ്പൊ 5ാമത്തെ ടേം 38 ആണ്, പ്ലസ് 20 ഡി എന്ന് പറയുമ്പോൾ 20 × 7, ഇതിന്റെ എത്ര? 140 എന്ന് വരും. 140 138 എത്ര? 178 എന്ന് കിട്ടും. ഓക്കെ, 138. ഓ, ചില ഇങ്ങനെയൊക്കെ ഞാൻ ക്വസ്റ്റ്യൻ കയറി വരാം. കേട്ടല്ലോ. അടുത്ത ഓക്കെ, നമുക്ക് കുറെ കാര്യങ്ങൾ പറയേണ്ടതായിട്ട് വരും. കേട്ടല്ലോ, കുറെ കാര്യങ്ങൾ, അതായത് നമുക്ക് അത്യാവശ്യം ഇത് വലിയ ടോപ്പിക്കാണ്. അടുത്തൊരു സീക്വൻസ് നമ്മൾ കുറെ കാര്യങ്ങൾ എന്തുകൊണ്ട് എളുപ്പമാണ്, പക്ഷേ കുറെ കാര്യങ്ങൾ കുറെ പ്രോബ്ലം ചെയ്താൽ എന്തേ ഉള്ളൂ, തീരത്തുള്ളൂ. കേട്ടല്ലോ. ഓക്കെ, എന്തായാലും നമുക്ക് എന്ത് ചെയ്യാം? ഒന്ന് ഓടിച്ച് അല്പം സ്പീഡപ്പ് ആക്കി എന്ത് ചെയ്യാം? പറഞ്ഞ് പോവാം. കേട്ടല്ലോ. അപ്പോ 4ാമത്തെ ചിലപ്പോൾ ഒരു സീക്വൻസ് തന്നിട്ട് അതിൽ 4 ടൈമൊക്കെ തന്നിട്ട് എന്ത് ചെയ്യാം? ചിലപ്പോ ഏതാണ് ആ സീക്വൻസിലെ ടേം എന്ന് ചോദിക്കാം. ഒരു സീക്വൻസ് തന്നിട്ട് ചിലപ്പോൾ 4 ഓപ്ഷൻ തന്നിരിക്കും, അതിൽ ഏത് ടേം ആണ് അതിൽ വരുന്നത് എന്ത് ചെയ്യാം? ചിലപ്പോൾ ചോദിക്കാം. ഓക്കെ, സാധ്യത കുറവാണ്, എന്നാലും എന്ത് ചിലപ്പോൾ ചോദിക്കാം. ഓക്കെ, അപ്പൊ അങ്ങനെ വരുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത്, ഇപ്പൊ ഒരു സീക്വൻസ് ഇതിനെടുക്കുകയാണ് 13 24 35. ഈ സീക്വൻസിലെ ടേം ആണോ 101 എന്നാണ് നോക്കേണ്ടത്.
അപ്പൊ പരീക്ഷയ്ക്ക് വരുമ്പോൾ എന്ത് ചെയ്യണം, സീക്വൻസ് എന്നിട്ട് അതിൽ അതിൽ 4 ഓപ്ഷൻ തന്നിരിക്കും. അതിൽ ഏത് ടേം ആയിരിക്കും ആ സീക്വൻസിൽ വരുന്നത് എന്നായിരിക്കും ചോദിക്കുന്നത്. ചോദ്യം അങ്ങനെ വരാം, പറയണ്ടല്ലോ. 4 ഓപ്ഷനുള്ള ഏത് നമ്പറാണ് ആ സീക്വൻസിലുള്ളത് എന്നായിരിക്കും ക്വസ്റ്റ്യൻ വരുന്നത്, അത് ചോദിക്കുകയാണെങ്കിൽ. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, എല്ലാം ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരുന്നാൽ എന്ത് ചെയ്യില്ല, കിട്ടത്തില്ല. അതുകൊണ്ട് ഒരു എളുപ്പത്തിൽ എന്ത് ചെയ്യാം, ഇവിടെ ആ സീക്വൻസിലെ കോമൺ ഡിഫറൻസ് നോക്കുക. എളുപ്പമാണ് പറഞ്ഞത്, കോമൺ ഡിഫറൻസ് നോക്കുക. ഇവിടെ കോമൺ ഡിഫറൻസ് ഡി എത്ര? അവിടെ 13 24 ഡി എത്രടാ? ഡി എന്ന് പറയുമ്പോൾ 24 - 13 11 കിട്ടും. കോമൺ ഡിഫറൻസ് 11 ആണല്ലോ. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, അല്ല ഫസ്റ്റ് ടേം ഉണ്ടല്ലോ അതിലൊന്ന് ഭാഗിക്കുക. അതുകൊണ്ട് 13 11 കോമൺ ഡിഫറൻസ് ഉണ്ട്, അല്ല ഒരു ടേമിനെ ഭാഗിക്കുക. ഓക്കെ, ഭാഗിക്കുമ്പോൾ 13 ഒരു പ്രാവശ്യം പോവും. ഷിഫ്റ്റ് എത്ര ഇട്ടൂടാ? 2 കിട്ടും ആണല്ലോ, ഷിഫ്റ്റ് 2. ഓക്കെ, അപ്പോ കോമൺ ഡിഫറൻസ് ഉണ്ട്, അതായത് ഡി ഉണ്ട്, അല്ല ഒരു ടേമിനെ ഭാഗിച്ചപ്പോൾ റിമൈൻഡർ എത്ര ഡി? 2 കിട്ടി ആണല്ലോ. ഇതിൽ ഏത് പദം എടുത്താലും അതിന് പൊതു വ്യത്യാസം കൊണ്ട്, അതായത് കോമൺ ഡിഫറൻസ് കൊണ്ട് ഹരിക്കുകയാണെങ്കിൽ കിട്ടുന്ന റിമൈൻഡർ ആ ഷിഫ്റ്റ് എത്ര തന്നെ ആയിരിക്കും? 2 ആയിരിക്കും എപ്പോഴും ആണല്ലോ. ഈ സീക്വൻസിൽ ഏത് ടേമിനെ ഹരിച്ചാലും എന്ത് ചെയ്യും, നമുക്ക് 2 തന്നെ കിട്ടും. ഓക്കെ, അതുകൊണ്ട് തന്നെ അപ്പം എന്താ ഇവിടെ 101 അല്ലേ വസ്തുത, 101 പോലെ ഒന്ന് ഭാഗിച്ചു നോക്കുക. 101 ഭാഗിച്ചു നോക്കുക 11 പ്രാവശ്യം. 9 പ്രാവശ്യം ആകുമ്പോൾ 99 കുറയ്ക്കുമ്പോൾ എത്ര കിട്ടും? 2 കിട്ടും. ഉണ്ടോ? അപ്പൊ 101 എന്തായിരിക്കും? ഇതിലൊരു ടേം ആയിരിക്കും. കിട്ടിയോ? 101 ഒരു ടേം ആയിരിക്കും. 1001 നോക്കിയാലോ, 1001 ആണെങ്കിൽ ബൈ 11 10 പോവില്ല, 100 9 പ്രാവശ്യം 99 കുറയ്ക്കുമ്പോൾ 1 താഴെ ഇറങ്ങി. ഓക്കെ, ഒരു പ്രാവശ്യം. ഓക്കെ, അവിടെ പൂർണ്ണമായിട്ട് പോയി ഇല്ലേ, അവിടെ 2 ഷിഫ്റ്റ് വരത്തില്ലല്ലോ, ഇല്ല. അപ്പൊ 1001 ഇല്ല, ടേം അല്ല. കിട്ടിയോ? 4 ഓപ്ഷൻ തന്നിട്ട് ടേം ആണ് ചോദിച്ചാൽ എന്ത് ചെയ്യുക, കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കുക. നമ്മൾ തന്നിട്ടുള്ള സീക്വൻസിലെ ഒരു ടേമിനെ ഭാഗിച്ചു നോക്കുക, കിട്ടുന്ന ഷിഫ്റ്റ് എത്രയാണെന്ന് കണ്ടുപിടിച്ച് വെച്ചിരിക്കുക. ഓക്കെ, എന്നിട്ട് 4 ഓപ്ഷൻ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് ഹരിച്ചു നോക്കുക. ഓക്കെ, 4 ഓപ്ഷൻ ഡിവൈഡ് ചെയ്ത് നോക്കുമ്പോൾ അവിടെ റിമൈൻഡർ അത് സെയിം കിട്ടുന്ന എപ്പോഴാണോ ആ നമ്പർ ആയിരിക്കും എന്ത് ആ സീക്വൻസിൽ വരുന്നത്. നമുക്കല്ല ക്രിയ വെച്ച് ചെയ്യാൻ നിന്നെങ്കിൽ എന്ത് ഒരുപാട് സമയം എടുക്കും, പറയണ്ടല്ലോ. ഓക്കെ, നമ്മുടെ എക്സിന്റെ എന്ത് ടൈമിന്റെ ഇക്വേഷൻ വെച്ച് ചെയ്യേണ്ടി വരും, അത്ര ആവശ്യമില്ല. നമുക്ക് എന്ത് ചെയ്ത് പോലെ ചെയ്ത് പോയാൽ മതി, പറയണ്ടല്ലോ. കോമൺ ഡിഫറൻസ് എടുക്കുക, സീക്വൻസിൽ ഒരു ടൈമിനെ ഭാഗിച്ചു നോക്കുക, ഡിവൈഡ് ചെയ്യുക, അപ്പൊ കിട്ടുന്ന റിമൈൻഡർ എത്ര നോക്കി വെച്ചിരിക്കുക. ഓക്കെ, എന്നിട്ട് 4 ഓപ്ഷൻ എന്ത് ചെയ്യുക, കോമൺ ഡിഫറൻസ് കൊണ്ട് ഡിവൈഡ് നോക്കുക, കിട്ടുന്ന റിമൈൻഡർ സെയിം ആണ് നോക്കുക. ഓക്കെ, ശരി. ഇനി how many 3-digit numbers are there which leave a remainder 3 on division by 7? അത് 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 7 വരുന്ന എത്ര 3-digit നമ്പേഴ്സ് ഉണ്ടെന്നാണ് ചോദിക്കുന്നത്. 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 7 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 3 വരുന്ന എത്ര 3-digit നമ്പേഴ്സ് ഉണ്ട് എന്നാണ് ചോദിക്കുന്നത്. അത്യാവശ്യം നല്ലൊരു ചോദ്യമാണത്. അപ്പൊ ഇവിടെ എന്ത് ചെയ്യടാ, നമുക്കിവിടെ റിമൈൻഡർ 3 ആണ് ആണല്ലോ, 1 division by 7 ആണല്ലോ. അപ്പൊ നമുക്ക് അറിയാം, ഇത് അത്യാവശ്യം എളുപ്പത്തിൽ പറഞ്ഞു പോവേ. ഫസ്റ്റത്തെ 3-digit നമ്പർ നോക്കുക, എത്ര? 100 അല്ലേ, 100 ബൈ 7 ചെയ്തു. ഒരു പ്രാവശ്യം 7 കുറച്ച് 3 കിട്ടി, 0 താഴോട്ട് ഇറങ്ങി 30, 4 പ്രാവശ്യം 28 കുറയ്ക്കുമ്പോൾ എത്ര കിട്ടുക? 2 കിട്ടും ആണല്ലോ. റിമൈൻഡർ 2 കിട്ടി. നമുക്ക് എത്ര കിട്ടേണ്ടത്? 3 ആണ് കിട്ടേണ്ടത് ആണല്ലോ. അപ്പൊ 100നെ ഹരിച്ചപ്പോ 2 കിട്ടിയതല്ലോ. അപ്പൊ 101നെ ഹരിക്കുമ്പോ എത്ര കിട്ടും? അപ്പോ റിമൈൻഡർ 3 കിട്ടും. കിട്ടണ്ടേ? 100നെ ഹരിച്ചപ്പോ 2 കിട്ടി ആണല്ലോ. 101 ആകുമ്പോ പിന്നെ സംഖ്യ ഒന്ന് കൂടല്ലേ, അപ്പൊ റിമൈൻഡർ എത്ര കൂടും? 1 കൂടും. ഓക്കെ, അപ്പൊ ഫസ്റ്റ് എത്താം 101. ഓക്കെ, 14 പ്രാവശ്യം. പിന്നെയോ ഇനി ലാസ്റ്റ് നോക്കുക, 999 7 കൊണ്ട് ഹരിക്കുക. ഒരു പ്രാവശ്യം 7, 2 9 താഴോട്ട് ഇറക്കി, 4 7 28, 1 കുറച്ച്, ഓക്കെ 9 താഴോട്ട് ഇറക്കി. 19 എത്ര പ്രാവശ്യം? 2 പ്രാവശ്യം. എത്ര കിട്ടും? 14, 5 കിട്ടും. ഓക്കെ, അപ്പൊ 999 ഹരിച്ചപ്പോ എത്ര കിട്ടാ? 5 റിമൈൻഡർ വന്നത് അല്ലേ. അപ്പൊ 998 അപ്പൊ എത്ര വരും? 998 അപ്പോ
4 വരും ഇല്ലേ? 999 5 വന്നോ ആണല്ലോ. അപ്പൊ ഇവിടെ എത്ര വരും? ഒന്ന് കുറയുമ്പോൾ അവിടെ റിമൈൻഡർ ഒന്ന് കുറയും. 997 എത്ര വരും? 3 വരും. 996 2 കിട്ടും. ഓക്കെ, അപ്പൊ ആദ്യത് 101 റിമൈൻഡർ 3 അല്ലേ? സോറി, റിമൈൻഡർ 3 അല്ലേ? അപ്പൊ എന്ത് മതി? 997 മതി കേട്ടോ. അപ്പൊ ആദ്യത്തെ 101 ലാസ്റ്റ് എത്ര? 997. ഓക്കെ, അപ്പൊ ഫസ്റ്റ് ടൈമും ലാസ്റ്റ് ടൈമും ചോദിക്കണേ എന്ത് ചെയ്യുക? ഇതേപോലെ 101 അവരെന്താ ലാസ്റ്റ് ടൈം എന്ത് ചെയ്യുക? 997 എടുക്കുക. ഓക്കെ, നമുക്ക് PSC പരീക്ഷ ആയതുകൊണ്ട് നമുക്ക് ആൻസർ ബബിൾ ചെയ്ത് പോയാൽ മതിയല്ലോ. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? മാക്സിമം എളുപ്പത്തിൽ ആൻസറിലേക്ക് എത്താനായിട്ട് നോക്കുക. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം? എളുപ്പത്തിൽ എത്താനായിട്ട് നമ്മൾ ആദ്യം ഇവിടെ എന്ത് ചെയ്യണം? 999 ഭാഗിച്ചല്ലോ. 999 ഭാഗിച്ചപ്പോൾ എത്ര കിട്ടി? 142 കിട്ടി ആണല്ലോ. ഇവിടെ 100നെ ഭാഗിച്ചപ്പോൾ എത്ര കിട്ടി? 14 കിട്ടി ആണല്ലോ. ഞാൻ എളുപ്പത്തിൽ അങ്ങ് ചെയ്യണേ. അവിടെ എന്ത് ചെയ്യാം? ഞാൻ ഇപ്പോൾ 142 നിന്ന് 14 കുറച്ച്. ഓക്കെ, 142 14 കുറച്ച് അപ്പൊ എത്ര കിട്ടി? 128 കിട്ടും. ഓക്കെ, 128 കിട്ടും. ഓക്കെ ആണോ? എന്നിട്ട് എന്ത് ചെയ്യാം? ആ കുറച്ച് കിട്ടുന്നതിനോട് എന്ത് ചെയ്യാം? ഒരു 1 അങ്ങ് കൂട്ടുക കേട്ടോ. 129. ക്ലിയർ ആയോ? അത് ഹരിച്ചു നോക്കിയിട്ട് കിട്ടുന്ന ആ കോഷ്യന്റ് ഹരണഫലം ഉണ്ടല്ലോ തമ്മിൽ കുറയ്ക്കുക. ഓക്കെ, കുറച്ചിട്ട് എന്ത് ചെയ്യുക? ഒരു 1 അങ്ങ് കൂട്ടുക അതിനോടാ. ഓക്കെ, അപ്പൊ മിക്ക കണക്കിലും എന്ത് ചെയ്യും? അത് വരുമ്പോൾ എന്ത് ചെയ്യാം? ആൻസർ നമുക്ക് കിട്ടും ഉണ്ടല്ലോ. ഓക്കെ, അപ്പോ ഹരണഫലം നോക്കിയിട്ട് തമ്മിൽ കുറയ്ക്കുക, കിട്ടുന്ന ആൻസറിനോട് എന്ത് ചെയ്യുക? 1 അങ്ങ് കൂട്ടുക. ഓക്കെ, അതായിരിക്കും എപ്പോഴും നല്ലത് കേട്ടോ. അല്ല നമുക്ക് അവിടെ ഇക്വേഷൻ വെച്ച് ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഒരുപാട് സമയം എടുക്കും കേട്ടല്ലോ. ഓക്കെ, അതുപോലെ ഹരിച്ചു നോക്കിയിട്ട് എന്ത് ചെയ്യുക? തമ്മിൽ കുറയ്ക്കുക, കുറച്ചിട്ട് എന്ത് ചെയ്യുക? കിട്ടുന്ന ആൻസറിനോട് 1 അങ്ങ് കൂട്ടുക. ഓക്കെ ആണോ? ഓക്കെ, ഇനി അപ്പൊ ഈ ടൈപ്പ് നോക്കി വെച്ചോളെ. അത്യാവശ്യം 10th പരീക്ഷയ്ക്ക് അത്യാവശ്യം ചോദിക്കുന്ന ചോദ്യമാണ്. ഓക്കെ, നമ്മളെ PSC പരീക്ഷയ്ക്ക് എന്ത് ചെയ്യും? ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യമാണ് കേട്ടല്ലോ. ഓക്കെ, നോക്കി വെച്ചോണം. ഹരിക്കുക, എന്നിട്ട് എന്ത് ചെയ്യുക? നമ്മൾ ആ കിട്ടുന്ന ആൻസർ നമ്മൾ എന്ത് ചെയ്യുക? കുറച്ചിട്ട് 1 അങ്ങ് കൂട്ടുക കേട്ടല്ലോ. ഓക്കെ, ഓക്കെ, ഒന്നും വേണ്ട നമുക്ക്. ഇനി ഓൾജിബ്ര എക്സ്പ്രഷൻ കാണാനായിട്ട് എന്ത് ചെയ്യുക? പഠിച്ചു ചെയ്യാം. ഒരു സീക്വൻസ് എന്നിട്ട് അതിന്റെ ഓൾജിബ്രൈക് ഫോം ചോദിച്ചു കഴിഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ ഒരു സീക്വൻസ് ഇപ്പൊ 2 5 8 11 എക്സെട്ര ഈ ഒരു സീക്വൻസിന് ഓൾജിബ്രൈക് ഫോം ചോദിക്കുകയാണ്. ഓക്കെ, അതിനു വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക? nth ടേമിന്റെ ഇക്വേഷൻ പഠിക്കുക. nth ടേം എന്ന് പറയുമ്പോൾ nth ടേം അഥവാ xn ഈക്വൽ ടു nth ടേം അഥവാ xn ഈക്വൽ ടു നമ്മൾ പണ്ടായിരുന്നെങ്കിൽ പഠിക്കുന്ന ഇക്വേഷൻ എന്താ? a പ്ലസ് n മൈനസ് 1 ഇൻറ്റു ഡി. a പ്ലസ് n മൈനസ് 1 ഇൻറ്റു ഡി. ഇപ്പൊ പഠിക്കുന്ന ഇക്വേഷൻ എന്ന് പറയുന്നത് xn ഈക്വൽ ടു ഇതുകൊണ്ട് dn പ്ലസ് എഫ് മൈനസ് ഡി. dn പ്ലസ് എഫ് മൈനസ് ഡി. കുറച്ചുകൂടി ഇപ്പൊ നല്ലത് xn ഈക്വൽ ടു dn പ്ലസ് എഫ് മൈനസ് ഡി ആണെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടല്ലോ. കുറച്ചുകൂടെ ചെയ്യാൻ നല്ലത് dn പ്ലസ് എഫ് മൈനസ് ഡി ആണ്. അപ്പൊ ഞാൻ പഠിപ്പിക്കുമ്പോൾ ആ കഴിയുന്നത് dn പ്ലസ് എഫ് മൈനസ് ഡി ശരിക്കും പറയുന്നത് കേട്ടല്ലോ. ഓക്കെ, അപ്പോൾ അത് പഴയ ആൾക്കാർക്ക് എന്ത് ചെയ്യുവാണെങ്കിൽ a പ്ലസ് n മൈനസ് 1 ഡി വെച്ച് എന്ത് ചെയ്യാം? ചെയ്ത് നോക്കാം കേട്ടല്ലോ. അപ്പോൾ കുറച്ച് എളുപ്പം xn ഈക്വൽ ടു dn പ്ലസ് എഫ് മൈനസ് ഡി ആണ്. ഓക്കെ, ഓർമ്മിച്ചോണം. അപ്പോ ഇതാണ് nth ടൈമിന്റെ ഇക്വേഷൻ, n-ാം ഭാഗത്തിന്റെ കേട്ടല്ലോ. n-ാം ഭാഗത്തിന്റെ ഇക്വേഷൻ നമ്മൾ ഓൾജിബ്രൈക് ഫോം കാണാനായിട്ടും ഉപയോഗിക്കുന്ന ഇക്വേഷൻ എന്തിനാണ്? ഇത് തന്നെയാണ് കേട്ടല്ലോ. ഇതിലേതാണ് ഉപയോഗിക്കാം. അവിടെ a അല്ലെങ്കിൽ f എന്ന് പറയുന്നത് എന്താണ്? ഫസ്റ്റ് ടൈം ആണ്. d എന്ന് പറയുമ്പോൾ എന്താണ്? കോമൺ ഡിഫറൻസ് ആണ്. ഓക്കെ, n എന്ന് പറയുമ്പോൾ അവിടെ nth ടൈം ആണ്. ഇപ്പൊ ഈ സീക്വൻസിൽ 25th ടൈം കാണണമെന്ന് വിചാരിക്കാം. 25th ടൈം ഈക്വൽ ടു എങ്കിൽ എന്ത് ചെയ്യും? നമ്മളവിടെ ആദ്യം ഫസ്റ്റ് ടൈമും കോമൺ ഡിഫറൻസ് നോക്കുക. ഫസ്റ്റ് ടൈമും കോമൺ ഡിഫറൻസ് ഫസ്റ്റ് ടൈം 2 അല്ലേടാ? ഫസ്റ്റ് ടൈം 2 ആണ്. കോമൺ ഡിഫറൻസ് എത്ര? 5 മൈനസ് 2 3 ആണല്ലോ. കൊടുക്കുക x 25 ഈക്വൽ ടു dn പ്ലസ് d എന്ന് പറയുമ്പോൾ 3 ആണ്. 3 ഇൻറ്റു n എത്ര? 25 പ്ലസ് എഫ് മൈനസ് ഡി എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ടൈം 2 മൈനസ് 3. 3 ഇൻറ്റു 25 എന്ന് പറയുമ്പോൾ എത്ര? 75. 2 മൈനസ് 3 കഴിയുമ്പോൾ എത്ര കിട്ടും? -1 കിട്ടും. ഈക്വൽ ടു എത്ര? 74 എന്ന് വരും. ഓക്കെ, ഇത്രയേ ഉള്ളൂ nth ടൈം കാണാനായിട്ട്. അവിടെ ഡിക്കും എന്നിനും എഫിനും ഒക്കെ എന്ത് ചെയ്യുക? ജസ്റ്റ് വാല്യൂ എടുക്കുക. 2 മൈനസ് 3 എന്ന് പറയുമ്പോൾ -1 ഓർമ്മിച്ച് വേണം. ഓക്കെ, മറ്റേ വേണമെങ്കിൽ എന്താ മറ്റേ ഇക്വേഷൻ വെച്ചിട്ട് പറയാം കേട്ടോ. a പ്ലസ് n മൈനസ് 1 ഇൻറ്റു ഡിയിൽ n മൈനസ് 1 ഇൻറ്റു ഡി. ഫസ്റ്റ് ടൈം എത്ര? ഫസ്റ്റ് ടൈം എത്ര? 3 2 ആ.
2 അല്ലേ 2. അപ്പൊ 2 പ്ലസ് n മൈനസ് 1 എന്ന് പറയുമ്പോൾ 25 മൈനസ് 1 ഇൻറ്റു ഡി എത്ര 3. 2 പ്ലസ് 25 മൈനസ് 1 എത്ര 24 ഇൻറ്റു 3. 2 പ്ലസ് 24 ഇൻറ്റു 3 എത്ര 72 കിട്ടും. ചെയ്യുമ്പോൾ എത്ര 74 എന്ന് വരും. ഓക്കെ, അവിടെ ഒരു സ്റ്റെപ്പ് കൂടുതലാണ്, 1-2 സ്റ്റെപ്പ് കൂടുതലായി പറഞ്ഞല്ലോ. ഓക്കെ, കുറച്ചുകൂടെ ചെയ്യാൻ എളുപ്പം ഇതാണെന്നാണ് എന്റെ വിശ്വാസം. 2 സ്റ്റെപ്പിലും എന്ത് ചെയ്യാം ഉത്തരം നമുക്ക് കിട്ടും പെട്ടെന്ന്. ഇതാണെന്ത് അതിന്റെ എന്ത് ടൈം കാണാനായിട്ട് എന്ത് ചെയ്യുക ചോദിക്കുകയാണെങ്കിൽ, സോറി എന്ത് ടൈം അല്ല, എന്ത് ടൈം, അത് 25th ഡാമോ അല്ലെ 20th ഡാം അങ്ങനെ ചോദിച്ചാൽ എന്ത് ചെയ്യുക നമ്മുടെ ഇക്വേഷനിൽ കൊടുത്ത് ചെയ്യാം. അതേപോലെ തന്നെ ഓൾജിബ്രായിക് ഫോം ചോദിച്ചാലും ഇതേപോലെ തന്നെയാണ്. അവിടെ നമ്മൾ എന്ത് ചെയ്യില്ല, അവിടെ എന്നിന് വാല്യൂ കൊടുക്കത്തില്ല. ഓൾജിബ്രായിക് ഫോം ചോദിക്കുമ്പോൾ എന്നിന് വാല്യൂ കൊടുക്കത്തില്ല. ഓക്കെ, ഈ സീക്വൻസ് എക്സ് ഈക്വൽ ടു ഡി എൻ പ്ലസ് അല്ലേ ആണല്ലോ. അവിടെ ഡിയുടെ സ്ഥാനത്ത് എത്ര 3 എന്നിന് വാല്യൂ കൊടുക്കത്തില്ല, എന്ന് അതുപോലെ എഴുതി. പ്ലസ് എഫ് മൈനസ് ഡി എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ടൈം 2 അല്ലേ, അപ്പൊ 2 മൈനസ് ഡി 3 ഈക്വൽ 3n. 2 മൈനസ് 3 എത്ര -1 ഉണ്ടോ. ഇത്രേ ഉള്ളൂ എന്ത് എക്സ് എന്ന് കാണാനായിട്ട് എന്ത് ടൈം. ഓക്കെ, അതുപോലെ ഇനി ഇത് ഭാഗത്ത് നിന്ന് ചോദ്യം വരാനുള്ള സാധ്യത കുറവാണ് കേട്ടോ. എത്ര നോക്കിച്ചതായി. ഓക്കെ, പിന്നെ മിഡിൽ ടൈമിന്റെ കൂടെ പറയാം. അതായത് നമ്പർ ഓഫ് ടേംസ്, പദങ്ങളുടെ എണ്ണം ഒരു ഒറ്റ സംഖ്യയാണെങ്കിൽ, നമ്പർ ഓഫ് ടേംസ് ഒരു ഒറ്റ സംഖ്യ ആണെങ്കിൽ, അങ്ങനെയാണെങ്കിൽ ആ മിഡിൽ ടൈം കാണാനായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ മതി ഇവിടെ ആ സമ്മിന എണ്ണം കൊണ്ട് ഭാഗിക്കുക. എണ്ണം എന്ന് പറയുമ്പോൾ 3 വരാം, അല്ലെങ്കിൽ 5 വരാം, 7 വരാം, 11 അങ്ങനെ എന്ത് വേണം പോവാം ഉണ്ടല്ലോ. അതായത് നമ്മൾ ഇത്ര ടൈമിന്റെ, അതായത് 3 ടേമിന്റെ അല്ലെങ്കിൽ 5 ടേമിന്റെ 7 ടേമിന്റെ ഒക്കെ സം അറിയാമെങ്കിൽ നമ്പർ ഓഫ് ടേംസ് എന്തായിരിക്കണം ഒരു ഓടായിരിക്കണം ഉണ്ടല്ലോ, ഓടായിരിക്കണം. അങ്ങനെ വരികയാണെങ്കിൽ അവിടെ നമുക്ക് എന്ത് ചെയ്യാം, അവിടെ എന്താ പറയാം അങ്ങനെ മിഡിൽ ടൈം കാണാനായിട്ട് നമുക്ക് എന്ത് ചെയ്യാം സമ്മിന എണ്ണം കൊണ്ട് ഭാഗിക്കാം. ഈവൻ നമ്പർ ഒന്നും പറ്റത്തില്ല ഉണ്ടല്ലോ, നമ്പർ ഓഫ് ടൈംസ് ഈവൻ ആയി പറ്റത്തില്ല. ഓടാണെങ്കിൽ 5 ടൈമിന്റെ സമ്മ് 30 ആണെങ്കിൽ അതിന്റെ മിഡിൽ ടൈം എന്തായിരിക്കും സമ്മിന എന്ത് ചെയ്യുക ഈ 5 കൊണ്ട് ഭാഗിക്കാം. ഫോർ എക്സാമ്പിൾ വേണമെങ്കിൽ 11 ടേമിന്റെ സമ്മ്, 11 ടേമിന്റെ സമ്മ് ഒരു എത്ര ഒരു 132 അല്ല ഒരു 154 ടേം, 11 ടേമിന്റെ സമ്മ്. അങ്ങനെയാണെങ്കിൽ അതിന്റെ മിഡിൽ ടേം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മിഡിൽ ടേം നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കണോ, മിഡിൽ ടൈം എന്ന് പറയുമ്പോൾ 11 ടൈം ഉണ്ടല്ലോ, അതിന്റെ മിഡിൽ ടൈം എന്ന് പറയുമ്പോൾ എത്രാമത്തെ ആയിരിക്കും, ആറാമത്തെ 6th ടൈം ആയിരിക്കും. ഓക്കെ, നമ്മൾ എങ്ങനെ തിരിച്ചറിയൂടോ മിഡിൽ ടൈം ആണോ ഇല്ലയെന്ന്. അതായത് നമ്മൾ ഇവിടെ 11 ടൈം ഉണ്ടല്ലോ, അതിനേക്കാളും 1 കൂട്ടിയിട്ട് അതിന്റെ പകുതി എടുത്താൽ കേട്ടോ, 12/2 എത്ര കിട്ടും 6. 1 കൂട്ടിയിട്ട് പകുതി എടുക്കുക, അപ്പൊ എന്ത് കിട്ടും നമുക്ക് 6ാമത്തെ ടൈം കിട്ടും. ഓക്കെ, അപ്പൊ 5 ടൈമിന്റെ സംബന്ധിട്ട് അതിന്റെ മിഡിൽ ടൈം ചോദിക്കുകയാണെങ്കിൽ എത്രയും വരുന്ന അവിടെ മിഡിൽ ടൈം എത്രാമത്തെ ആയിരിക്കണം 3ാമത്തെ ആയിരിക്കും. 5 ടൈം ആണെങ്കിൽ 1 കൂട്ടുമ്പോൾ 6 6ന്റെ 3. 7 ടൈം ഒന്നുമല്ലോ, 7 ടൈം വരാണെങ്കിൽ +1 കഴിയുമ്പോൾ 8 കിട്ടും. 8 വരേണ്ട എത്ര 4ാമത്തെ ആയിരിക്കും മിഡിൽ ടൈം എന്ന് പറയുന്നത്. ഓക്കെ, ഒന്നിച്ചോടെ ഇപ്പൊ 21 ടൈം ഉണ്ടെന്ന് ചോദിച്ചോ, 21. അപ്പൊ അതിന്റെ മിഡിൽ ടൈം അല്ലെ മധ്യപദം എന്ന് പറയുമ്പോൾ എന്തായിരിക്കും 21 ആകുമ്പോൾ 1 കൂട്ടുമ്പോൾ 22, അതിന്റെ പാതി 11ാമത്തെ ആയിരിക്കും എന്ത് മിഡിൽ ടൈം എന്ന് പറയുന്നത്. ഓക്കെ, ഓർമ്മിച്ചോണേ. ഇപ്പൊ 6th ടൈം ചോദിച്ചാൽ എന്ത് ചെയ്യുക, ഇവിടെ സമ്മിന 184 എത്രകൊണ്ട് ഭാഗിക്കുക 11 കൊണ്ട് ഭാഗിക്കാം. ഓക്കെ, ഒരു പ്രാവശ്യം 4 കിട്ടും 14. അപ്പൊ 6ാമത്തെ ടൈം എത്ര 14 കിട്ടും. ഇതേപോലെ ആയിരിക്കും ചോദിക്കുന്നത്. ഓക്കെ ആണോ, ഓർമ്മിച്ചോണേ. സമ്മ് അതുപോലെ നമ്പർ ഓഫ് ടേംസ് ഓടാണെങ്കിൽ അതിന്റെ മിഡിൽ ടൈം കാണാൻ വേണ്ടി എന്ത് ചെയ്യാം സമ്മിന് ആ എണ്ണം കൊണ്ട് ഭാഗിച്ചാൽ മതി. ഇപ്പൊ 3, 5, 7, 9 വേണം അങ്ങനെയൊക്കെ ആയിരിക്കും വരുന്നത് പറഞ്ഞല്ലോ. അപ്പൊ മിഡിൽ ടൈം കണ്ടുപിടിക്കാൻ പറഞ്ഞല്ലോ എന്ത് 1 കൂട്ടിട്ട് പാതി എടുത്താൽ മതി ആണല്ലോ, അപ്പൊ മിഡിൽ ടൈം കിട്ടും. ഓക്കെ, ഇപ്പൊ 49 ടൈം ഉണ്ടെന്ന് വിചാരിക്കുക, 49 അതിന്റെ മിഡിൽ ടൈം എന്ന് പറയുമ്പോൾ എത്രാമത്തെ ആയിരിക്കും 49 + 1 50 അല്ലേ, 50ന്റെ പാതി 25. ഇപ്പൊ 25ാമത്തായിരിക്കും മിഡിൽ ടൈം എന്ന് പറയുന്നത് കേട്ടല്ലോ. അപ്പൊ 25ാമത്തെ ടൈം ചോദിക്കും. അപ്പൊ എന്ത് ചെയ്യാ ആ 49 ടേമിന്റെ സം ഉണ്ടല്ലോ, ആ സമ്മിനെ 49 ഭാഗിക്കുക, അപ്പൊ 25ാമത്തെ കിട്ടും. അത്രേ ഉള്ളൂ. ഓക്കെ, പിന്നെ സമ്മിന്റെ ഇക്വേഷൻസ്
ആ സമ്മിന് മെയിനായിട്ട് രണ്ട് ഇക്വേഷൻ ആണുള്ളത്. എസ് എൻ ഈക്വൽ ടു n/2 ഇൻറ്റു 2f പ്ലസ് n-1 ഇൻറ്റു ഡി. ഇത് ഒരു ഇക്വേഷൻ. നിങ്ങളും പണ്ട് പഠിച്ചുള്ള ഇക്വേഷൻ തന്നെ ആയിരിക്കും. എഫിന് വരെ എ ആയിരിക്കുന്നേ ഉള്ളൂ. ഓക്കെ, n/2 ഇൻറ്റു 2f പ്ലസ് n-1 ഇൻറ്റു ഡി. അതേപോലെ ഒരു ഇക്വേഷൻ കൂടെ ഉണ്ട്. എസ് എൻ ഈക്വൽ ടു n/2 ഇൻറ്റു ഫസ്റ്റ് ടേം പ്ലസ് ലാസ്റ്റ് ടേം. ഒരു സീക്വൻസിൽ ഫസ്റ്റ് ടേമും ലാസ്റ്റ് ടേമും പറയാമെങ്കിൽ എസ് എൻ ഈക്വൽ എന്താ n/2 ഇൻറ്റു ഫസ്റ്റ് ടേം പ്ലസ് ലാസ്റ്റ് ടേം. അല്ലെങ്കിൽ ഇതൊന്ന് ചുരുക്കി എന്ത് ചെയ്യാം, എസ് എൻ ഈക്വൽ ടു n/2 ഇൻറ്റു ഫസ്റ്റ് ടേമിനെ ഞാൻ x1 എന്ന് കൊടുത്ത് ലാസ്റ്റ് ടേമിനെ ഞാൻ xn എന്ന് കൊടുത്ത് കേട്ടോ. ഇങ്ങനെ എഴുതാം കേട്ടല്ലോ. എസ് എൻ ഈക്വൽ n/2 ഇൻറ്റു x1 പ്ലസ് xn. ഓക്കെ, ഇതാണ് സമ്മിന് രണ്ട് ഇക്വേഷൻ. ഇനി നമ്മൾ പണ്ടേ പഠിക്കുന്നതാണ്, PSC പഠിക്കുന്ന മിക്ക ആൾക്കാർ പഠിക്കുന്നതാണ് എന്ത്, സം ഓഫ് ഫസ്റ്റ് n കോൺസിക്യൂട്ടീവ് നാച്ചുറൽ നമ്പേഴ്സ്. എണ്ണൽ സംഖ്യയുടെ തുക പഠിച്ചില്ലേ? 1a പ്ലസ് 2a പ്ലസ് 3a പ്ലസ് എക്സെട്ര നാച്ചുറൽ നമ്പേഴ്സ്, n വരെയുള്ള നാച്ചുറൽ നമ്പേഴ്സിന്റെ സമ്മ് എന്തോ n ഇൻറ്റു n+1/2 ഇല്ലേ? n ഇൻറ്റു n+1/2 ഇതൊക്കെ നമ്മൾ പണ്ടേ പഠിക്കുന്നതാണ്. ഓക്കെ, ഈവൻ നമ്പേഴ്സ് ഒന്നാലോ 4 പ്ലസ് 6 പ്ലസ് എക്സെട്ര 2n വരാം. ഈവൻ നമ്പേഴ്സ് ഒന്നാലോ n ഇൻറ്റു n+1. ഓക്കെ, ഓഡ് നമ്പേഴ്സ് ഒന്നാലോ 1 പ്ലസ് 3 പ്ലസ് 5 പ്ലസ് എക്സെട്ര ലാസ്റ്റ് 2n മൈനസ് ഒന്നായിരിക്കും വരുന്നത് കേട്ടോ. ഈ 2n മൈനസ് ഒന്നാണ് അതിന്റെ ഓൾജിബ്ര ഫോം എന്ന് പറഞ്ഞത് കേട്ടോ. ഓക്കെ, n². ഈ മൂന്ന് ഇക്വേഷൻ പഠിച്ചു ചെയ്യാം. സം ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് ഒന്നോട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന നാച്ചുറൽ നമ്പേഴ്സ് സമ്മ് n ഇൻറ്റു n+1/2. ഈവൻ നമ്പേഴ്സ് ആണ് n ഇൻറ്റു n+1. ഓഡ് നമ്പേഴ്സ് ആണെങ്കിലോ n². ഓക്കെ, കിട്ടുമല്ലോ, എളുപ്പമല്ലേ? അപ്പോ ഇത് സമ്മ് കാണാനായിട്ട് ഒരു പ്രശ്നം ചെയ്യാം. ഒരു സീക്വൻസ് 3 4 7 11 എക്സെട്ര. ഈ ഒരു സീക്വൻസിൽ ആദ്യത്തെ 20 ടേമിന്റെ സമ്മ് കാണണമെന്ന് വിചാരിക്കും. 20 ടേമിന്റെ സമ്മ്. ഓക്കെ, അപ്പൊ ആദ്യം എഫ് കണ്ടുപിടിക്കുക. എഫ് എത്ര? എഫ് എന്ന് പറയുമ്പോൾ 3 അല്ലേ? എഫ് 3 ആണ്. ഡി എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യുക, കുറയ്ക്കുക. 7 - 3 എത്ര? 4. ഓക്കെ, നമ്മൾ ആദ്യ ഇക്വേഷൻ വെച്ചിട്ട് എസ് എൻ ഈക്വൽ ടു നമ്മളെ ഇക്വേഷൻ എന്താ n/2 ഇൻറ്റു 2f പ്ലസ് n-1 ഇൻറ്റു ഡി ഈക്വൽ ടു n/2 എന്ന് പറയുമ്പം n എത്ര? ആദ്യം 20 ടൈമിന്റെ സമ്മാണെന്ന് വിചാരിക്കുക പറഞ്ഞല്ലോ. അപ്പൊ 20/2. 2f എന്ന് പറയുമ്പോൾ 2 ഇൻറ്റു 3 പ്ലസ് n-1 എന്ന് പറയുമ്പോൾ 20 - 1 ഇൻറ്റു ഡി എത്ര? 4. 20/2 എത്ര? 10 അല്ലേ? 10 ഇൻറ്റു 2 ഇൻറ്റു 3 6 പ്ലസ് 20 - 1 19 ആണ് അല്ലോ. ഓക്കെ, 19 ആണ്. 19 ഇൻറ്റു 4 ഞാൻ ഒറ്റ സ്റ്റെപ്പിൽ ചെയ്ത് പോകണ്ട. 19 ഇൻറ്റു 4 എത്ര കിട്ടും? 76. ഈക്വൽ ടു 76 6 എത്ര? 82 ഇൻറ്റു 10 ചെയ്യുമ്പോൾ 820 കിട്ടും കേട്ടോ. അല്ല, എല്ലാ സ്റ്റെപ്പ് എഴുതിക്കൊണ്ടിരിക്കരുത്, സമയം അത്രയും പോകും കേട്ടല്ലോ. ഓക്കെ, അപ്പൊ ഇതേപോലെ എന്ത് ചെയ്യാം, നമുക്കടാ സം കണ്ടുപിടിക്കാം. അത് 20 ടേമിന്റെ സമ്മ്. ഓക്കെ ആണോ? ഇനി ചിലപ്പോൾ എന്ത് ചെയ്യണം, ഈ സീക്വൻസിൽ തന്നെ 3 7 11 എക്സെട്ര ഈ സീക്വൻസിൽ തന്നെ ലാസ്റ്റ് ടേം തന്നിരിക്കും. ഓക്കെ, ലാസ്റ്റ് ടേം ഇപ്പോ ഒരു 79 കൊടുത്തതിന് ശേഷം ലാസ്റ്റ് ടേം 3 7 11 എക്സെട്ര അങ്ങനെ 79 വരെയുള്ള ടേം. ഇതിന്റെ സമ്മ് കാണാനായിട്ട് ചോദിക്കാം. അപ്പൊ എന്ത് ചെയ്യാം, നമുക്കടാ അവിടെ ആദ്യം n കണ്ടുപിടിക്കണം. വേണ്ടേ? n ഉണ്ടെങ്കിലേ സമ്മ് കാണാൻ പറ്റുള്ളൂ ഇല്ലേ? n ഉണ്ടെങ്കിലേ സമ്മ് കാണാൻ പറ്റുള്ളൂ. അപ്പൊ എന്ത് ചെയ്യാം, അത് n കണ്ടുപിടിക്കുക. n കണ്ടുപിടിക്കാനായിട്ട് അതും പഠിച്ചു പോകണേ. n കണ്ടുപിടിക്കാനായിട്ട് എന്ത് ചെയ്യാം, നമ്മൾ ഇക്വേഷൻ ഉണ്ടല്ലോ xn-ന്റെ, ഈ xn ഈക്വൽ ടു ഒന്ന് കൊടുക്കുക 79 കൊടുക്കുക. n കാണാനായിട്ട് വേറെ ഇക്വേഷനൊക്കെ ഉണ്ട് പറഞ്ഞിട്ടില്ല. എല്ലാ ഇക്വേഷനും പറഞ്ഞെന്ന് ഞാൻ എന്ത് ചെയ്യില്ല. നിങ്ങൾ എന്താ പറയാ, ചിലപ്പോൾ എല്ലാ ഇക്വേഷനും വരുമ്പോൾ എന്ത് ചെയ്യും, മൊത്തം കൺഫ്യൂഷൻ ആയിപ്പോ. ഓക്കെ, അവിടെ എല്ലാ ഇക്വേഷൻ പറഞ്ഞില്ലേ. ഇവിടെ എന്ത് ചെയ്യാ, xn ഈക്വൽ 79 അല്ലേ ആണല്ലോ. നമ്മുടെ ഇക്വേഷൻ കൊടുക്കുക dn പ്ലസ് f - d. അതിൽ 79 കൊടുത്തു. ഓക്കെ, അപ്പൊ ഒറ്റ ഇക്വേഷൻ പഠിച്ച xn ഇക്വേഷൻ കൊടുത്താൽ എന്നിട്ട് d
എത്ര ഇവിടെ കോമൺ ഡിഫറൻസ് 4 അല്ലേ പറഞ്ഞ 4. ഇപ്പൊ 4n പ്ലസ് എഫ് മൈനസ് ഡി എന്ന് പറയുമ്പോൾ എഫ് 3 ആണ് മൈനസ് 4 ഈക്വൽ ടു 79. 4n 3 മൈനസ് 4 എത്ര -1 ഈക്വൽ ടു 79 എന്ന് വരും. അടുത്ത 4n ഈക്വൽ ടു 79 പ്ലസ് 1. ഈ -1 ഇപ്പുറത്ത് വരുമ്പോൾ എന്താവും പ്ലസ് 1 ആവും ആണല്ലോ. അപ്പോൾ 4n ഈക്വൽ ടു 80. n ഈക്വൽ ടു എത്ര 80/2 എത്ര കിട്ടൂടാ 14 കിട്ടും. സോറി 4n ഈക്വൽ ടു 80, n ഈക്വൽ ടു 80/4. 80/4 എത്ര 20 എന്ന് കിട്ടി. ഓക്കെ ആണോ? ഇനി നമ്മള് സമ്മിന്റെ ഇക്വേഷൻ ഇവിടെ ഫസ്റ്റ് ടൈം ലാസ്റ്റ് ടൈം അറിയാലോടാ. ഫസ്റ്റ് ടൈം ലാസ്റ്റ് ടൈം അറിയാം. അതുകൊണ്ട് എന്ത് ചെയ്യാം ഇവിടെ ഫസ്റ്റ് ടൈം ലാസ്റ്റ് ടൈം അറിയാം. അതുകൊണ്ട് എന്ത് ചെയ്യാം നമ്മൾ n/2 ഇൻറ്റു ഫസ്റ്റ് ടൈം പ്ലസ് ലാസ്റ്റ് ടൈം അതിൽ കൊടുക്കുക പറഞ്ഞല്ലോ. അപ്പൊ n/2 n ഇവിടെ 20 കിട്ടിയല്ലോ. അപ്പൊ 20/2 ഇൻറ്റു ഫസ്റ്റ് ടൈം എന്ന് പറയുമ്പോൾ ഇവിടെ എത്ര 3 പ്ലസ് ലാസ്റ്റ് ടൈം 79 പറഞ്ഞ 79. 20/2 എത്ര 10 കിട്ടും. 10 ഇൻറ്റു 3 പ്ലസ് 79 എത്ര കിട്ടൂടാ 82 എന്ന് കിട്ടും. 820 ഉണ്ടോ? എങ്ങനെ നമുക്ക് ചെയ്യാം? ഫസ്റ്റ് ടൈമും ലാസ്റ്റ് ടൈമും അറിയാമെങ്കിൽ ആദ്യം n കണ്ടുപിടിക്കുക. പിന്നെ എന്ത് ചെയ്യുക അത് വെച്ചുകൊണ്ട് സമ്മിന്റെ ഇക്വേഷൻ കൊടുക്കുക. അല്ലാതെ ഡയറക്റ്റ് ഇപ്പം ആദ്യം 20 ടൈമിന്റെ സം 25 ടൈമിന്റെ സം ആണെങ്കിൽ എന്ത് ചെയ്യുക ആദ്യം ഇക്വേഷൻ വെച്ച് എന്ത് ചെയ്യുക ചെയ്ത് പോവാം. ഓക്കെ ആണോ? ഇതാണ് സമ്മിന്റെ ഇക്വേഷൻ പറയുന്നത്. ഇനി 1-2 കാര്യങ്ങൾ പറയുന്നത്. ഇപ്പോ ഒരു സീക്വൻസിന്റെ nth ടൈം 4n - 3 ആണെന്ന് വിചാരിക്കുക. ഓക്കെ, ഒരു സീക്വൻസിന്റെ ഓൾജിബ്രൈക് ഫോം തന്നിട്ട് 4n - 3 തന്നിട്ടുണ്ട്. ഓക്കെ, എന്നിട്ട് അതിലെന്ത് ചെയ്യാം അതിന്റെ ഫസ്റ്റ് ടൈം ചോദിക്കാം, കോമൺ ഡിഫറൻസ് ചോദിക്കാം. ഓക്കെ, എന്താണ് ഫസ്റ്റ് ടൈം ചോദിക്കാം, കോമൺ ഡിഫറൻസ് ചോദിക്കാം. നമുക്ക് ചെയ്തെടുക്കുകയാണെങ്കിൽ സമയം എടുക്കും. അതിനെ കണ്ട് നമുക്ക് ഷോർട്ട് കട്ട് വെച്ച് പറഞ്ഞു പോകാം. അവിടെ ഫസ്റ്റ് ടൈം ആണ് ചോദിക്കുന്നതെങ്കിൽ ഈ എണ്ണം കളയാം. പറഞ്ഞോ, ഫസ്റ്റ് ടൈം ആണ് ചോദിക്കുന്നതെങ്കിൽ ഈ എണ്ണം കളയാം. ഓക്കെ, ഇടയ്ക്കുള്ള എന്നിട്ട് ബാക്കി 4 മറ്റേ -3 അല്ലേ എത്ര കിട്ടും 1 കിട്ടും. ഓക്കെ ആണോ? ഒരു സീക്വൻസിന്റെ ഓൾജിബ്രൈക് ഫോം ചോദിക്കുകയാണെങ്കിൽ അവിടെ എന്ത് ചെയ്യുക ആ എണ്ണം കളയുക. എന്ന് കളഞ്ഞിട്ട് ബാക്കി നമ്പേഴ്സ് മാത്രം എടുത്തായി 4 - 3 1 കിട്ടും. ഇനി ഡി ആണ് ചോദിക്കുന്നതെങ്കിലോ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, എളുപ്പമാണ്. ഡി ആണ് കോമൺ ഡിഫറൻസ് ആണ് ചോദിക്കുന്നതെങ്കിൽ നിങ്ങളോട് എന്ത് ചെയ്യാൻ മതിയിടാം എന്നിന്റെ കൂടെ എത്രയാണോ ഉള്ളത് ആ സംഖ്യ അങ്ങ് എടുത്ത് എഴുതിയാൽ മതി. അതായിരിക്കും ഡി 4. പ്രീഡിയ ഷോർട്ട് കട്ട് ആണ്, പഠിച്ചു വെച്ച് വേണം. ഓക്കെ, അതായത് xn ഈക്വൽ ടു ഇപ്പോ xn ഈക്വൽ ടു 7n - 2 ആണ് വിചാരിക്കുക. അപ്പൊ ഫസ്റ്റ് ടൈം എന്തായിരിക്കും ആ n മാറ്റി കഴിഞ്ഞാൽ 7 - 2 ആണ് എത്ര കിട്ടും 5. ഓക്കെ, ഇനി ഡിഫറൻസ് ആണ് ചോദിക്കുന്നെങ്കിലോ ഡി ആണ് ചോദിക്കുന്നെങ്കിലോ ഡി ആണെങ്കിൽ എന്നിന്റെ കൂടെ എത്രയാണുള്ളത് 7 ആണുള്ളത് ആണല്ലോ. 7 എടുത്ത് എഴുതുക. എളുപ്പമല്ലേ? ഓക്കെ, ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചു വെച്ചോണേ. ഓക്കെ, ഇത് നമുക്ക് എന്ത് ചെയ്യാം മാക്സിമം സ്റ്റെപ്പ് എഴുതാതെ എന്ത് ചെയ്യാം എളുപ്പത്തിൽ ചെയ്യാം. അതുകൊണ്ടാണ് ഈ ഒരു ഷോർട്ട് കട്ട് പറയുന്നത് കേട്ടല്ലോ. ഓക്കെ, പഠിച്ചു വെച്ചോണേ. പിന്നെ സമ്മിന്റെ ഓൾജിബ്രൈക് ഫോം ചോദിക്കാൻ സാധ്യത കുറവാണ് കേട്ടല്ലോ. ഇപ്പോ പരീക്ഷ ചോദിക്കുന്ന സാധ്യത ഇപ്പൊ Sn ഈക്വൽ ടു സമ്മിന്റെ ഓൾജിബ്രൈക് ഫോം തന്നിരിക്കും 2n² + n 2n² + n. ഓക്കെ, എന്നിട്ട് അവിടെ ഫസ്റ്റ് ടൈം ചോദിക്കാം, കോമൺ ഡിഫറൻസ് ചോദിക്കാം. ഫസ്റ്റ് ടൈമും കോമൺ ഡിഫറൻസും ചോദിക്കാം. അപ്പോൾ ഫസ്റ്റ് ടൈം കാണാനായിട്ട് ഇവിടെ എന്ത് ചെയ്യാം എന്നെ ഒഴിവാക്കാം. എന്നെ ഒഴിവാക്കുക എന്ന് പറയുമ്പോൾ എത്ര ഇവിടെ ഇപ്പൊ n² അല്ലേ, എത്ര n² ഉണ്ട് എത്ര 2 ആണല്ലോടോ 2 പ്ലസ് ഇവിടെ ഒരു n ഉണ്ട്. അപ്പൊ 1 കൊടുത്ത് ഈക്വൽ എത്ര 3 എന്ന് വരും കേട്ടോ. അവിടെ n എന്ന് പറയുമ്പോൾ അവിടെ ഒരു n ആണ് പറഞ്ഞിട്ടല്ലോ. ഓക്കെ, ഓർമ്മയാണ് ഒരു n ആണ്. അപ്പൊ 2 + 1 3 എന്ന് വരും. ഓക്കെ, ഇനി ഡി ആണ് ചോദിക്കുന്നെങ്കിലോ ഡി ആണ് ചോദിക്കുന്നെങ്കിൽ ഷോർട്ട് കട്ട് ആണ്. ഈ സൈഡിലുള്ള ഈ ഒരു നമ്പറും ഈ മേലിലുള്ള ഈ ഒരു നമ്പറും തമ്മിൽ എന്ത് ചെയ്യുക തമ്മിൽ അങ്ങ് ഇൻറ്റു ചെയ്യുക. 2 × 2 4 എന്ന് വരും. ഓക്കെ ആണോ? ഓക്കെ, അപ്പൊ സൈഡിലുള്ള നമ്പറും പിന്നെ മേലുള്ള നമ്പറും എന്ത് ചെയ്യുക തമ്മിൽ ഇൻറ്റു ചെയ്യുമ്പോൾ കിട്ടും ഡി കിട്ടും. ഒരെണ്ണം കൂടെ Sn ഈക്വൽ ടു n² പ്ലസ് അല്ലെ n² - n ആണെന്ന് വിചാരിക്കുക.
ഇപ്പോ ഫസ്റ്റ് ടൈം ചോദിച്ചാൽ എന്ത് ചെയ്യാം? എത്ര എൻ സ്ക്വയർ ഉണ്ടാ? ഒരെണ്ണല്ലേ ഉള്ളൂ, -1. എത്ര ഇടും? 0 കിട്ടും. എത്ര എൻ സ്ക്വയർ ഉണ്ട്, എത്ര എണ്ണം നോക്കുക ഉണ്ടല്ലോ. ഡി ആണെങ്കിലോ ഡി ഈക്വൽ ടു ഇവിടെ മേലില് 2, സൈഡിലോ 1 ഉള്ളൂ. കാരണം 1 നമ്മൾ എഴുതാറില്ല, 1 ഉള്ളൂ. ഓക്കെ, 1 × 2 എത്ര? 2 കിട്ടും. ഇതാണ് കോമൺ ഡിഫറൻസ്. അത് നമ്മൾ ചെയ്തെടുക്കുകയാണെങ്കിൽ സമയം എടുക്കും. പറഞ്ഞല്ലോ ഒരെണ്ണം നോക്കണം, എസ് എൻ ഈക്വൽ ടു 3n സ്ക്വയർ. അവിടെ സ്ക്വയർ വരുള്ളൂ കേട്ടോ, സ്ക്വയർ വരത്തുള്ളൂ, +2n ആണെന്ന് വിചാരിച്ചു. ഫസ്റ്റ് ടൈം എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യാം? ഫസ്റ്റ് ടൈം എത്ര എൻ സ്ക്വയർ ഉണ്ട്? 3. അവിടെ പ്ലസ് ആണ്. എത്ര n? 2. 3 + 2 എത്ര കിട്ടും? 5 എന്ന് കിട്ടും. ഓക്കെ ആണോ? ഡി ആണെങ്കിലോ ഡി ആണെങ്കിൽ ഇവിടെ സൈഡിൽ 3, മേലിൽ 2 അല്ലേ? 3 × 2 എത്ര കിട്ടും? 6. എളുപ്പം. ഓക്കെ, അപ്പൊ ഇതാണിത് സമ്മിന്റെ എന്തോട്ട് ചെയ്യാനായിട്ട് ഓൾജിബ്രൈക് ഫോം നിന്നിട്ട് അതിന്റെ എന്താ പറയാ ഫസ്റ്റ് ടൈമും കോമൺ ഡിഫറൻസും കൊണ്ട് ചെയ്യാനായിട്ട് ചോദിച്ചു ചെയ്യാം. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യാം? മെയിനായിട്ടും പഠിച്ചു വെച്ചിരിക്കാം. പിന്നെ 1-2 ചോദ്യങ്ങളുള്ളത് സമ്മ് കണ്ടുപിടിക്കാൻ ചെയ്ത് നോക്കണേ കേട്ടോ. ഈ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കടാ, മുമ്പ് PSC പരീക്ഷ ചോദിച്ചിട്ടുള്ളതാണ് കേട്ടോ. രണ്ടാമത്തെ ഇമ്പോർട്ടന്റ് ആണ്. വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ സം ഓഫ് ഫസ്റ്റ് 20 ടേംസ് ആൻഡ് ദ നെക്സ്റ്റ് 20 ടേംസ്? ഓക്കെ, സം ഓഫ് ഫസ്റ്റ് 20 ടേംസ് അതിന് നെക്സ്റ്റ് 20 ടേംസ് ഓഫ് ദ സീക്വൻസ് 6, 10, 14 എക്സെട്ര. ഈ സീക്വൻസിലെ ആദ്യത്തെ 10 ടേമിന്റെയും തൊട്ടടുത്ത് വരുന്ന 10 ടേമിന്റെയും സമ്മിന്റെ ഡിഫറൻസ് ആണ് 10 അല്ല 20 ടേമിന്റെ കേട്ടോ. ആദ്യത്തെ 20 ടേമിന്റെ സമ്മിന്റെയും അത് കഴിഞ്ഞ് അടുത്ത് വരുന്ന 20 ടേമിന്റെ സമ്മിന്റെയും ഡിഫറൻസ് ആണ് ചോദിക്കുന്നത് കേട്ടോ. അപ്പൊ ഇത് നമുക്ക് ഇതൊന്നും ചെയ്യാനാണെങ്കിൽ കുറെ ഉണ്ട്. അത് 20 ടേമിന്റെ സം കണ്ടുപിടിക്കും, പിന്നെ അടുത്തത് 40 ടേമിന്റെ സം കണ്ടുപിടിച്ചിട്ട് അല്ലെങ്കിൽ എന്ത് ചെയ്യും? അത് 20 ടേമിന്റെ സം കുറയ്ക്കുമ്പോഴാണ് ബാക്കി 20 ടേമിന്റെ സം കിട്ടുന്നത്. അങ്ങനെടാ, ആദ്യത്തെ 20 ടേമിന്റെ സം കണ്ടുപിടിച്ചിട്ട് പിന്നെ അടുത്തത് 40 ടേമിന്റെ സം കണ്ടുപിടിക്കും. ഓക്കെ, എന്നിട്ട് തമ്മിൽ എന്ത് ചെയ്യുക? തമ്മിൽ മൈനസ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും നമുക്ക്? ആദ്യം 20 ടൈം പോയിട്ട് ബാക്കിയുള്ള 20 സം കിട്ടും. ഓക്കെ, എന്നിട്ട് കിട്ടുന്ന ആൻസർ നമ്മൾ എന്ത് ചെയ്യുക? വീണ്ടും കുറയ്ക്കണം. ഓക്കെ, ഇത് കൺഫ്യൂഷൻ ഒക്കെ ആണ്. അതുകൊണ്ട് എന്ത് ചെയ്യും? നമ്മൾ അങ്ങനെ അത്രയും ചെയ്യേണ്ട. ഒരു ഷോർട്ട് കട്ട് പറഞ്ഞുതരാം. n സ്ക്വയർ × d കേട്ടോ. പരീക്ഷ മുമ്പ് ചോദിച്ചിട്ടുണ്ട്, പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് പറഞ്ഞല്ലോ, പ്രീവിയസ് ആണ്, പഠിച്ചു വെച്ചോണം. n സ്ക്വയർ × d. ഓക്കെ, അപ്പോ 6, 10, 14 എന്ന് പറയുമ്പോൾ അവിടെ n സ്ക്വയർ ഇവിടെ ആദ്യം 20 ടൈമിന്റെ അല്ലേ? 20 ടൈമിന്റെ ആണ്, അടുത്ത 20 ആണ്. ഓക്കെ, അപ്പൊ n എന്ന് പറയുമ്പോൾ 20 കൊടുക്കുക, 20. അപ്പൊ 20ന്റെ സ്ക്വയർ ഇൻറ്റു ഇവിടെ d എത്ര? 6, 10, 14. d 4 അല്ലേ? 4. 20ന്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ 2, 2, 4, 400 എന്ന് കിട്ടും. ഇൻറ്റു 4 എത്ര കിട്ടോ? 1600 കേട്ടോ. അപ്പൊ n സ്ക്വയർ × d പഠിച്ചു വെച്ചാൽ നമുക്ക് PSC പരീക്ഷ മറ്റു പരീക്ഷകൾക്ക് എന്ത് ചെയ്യും? ആവശ്യം വരും കേട്ടല്ലോ. ഓക്കെ, അപ്പൊ ഈ ഒരു ടൈപ്പ് വരുമ്പോൾ ആദ്യ 20 ടൈമിന്റെ സമ്മും അടുത്ത 20 ടൈമിന്റെ സമ്മും നമ്മുടെ ഡിഫറൻസ് ചോദിക്കുമ്പോൾ n സ്ക്വയർ × d വെച്ച് ചെയ്ത് പോയാൽ മതി. ഒറ്റ സ്റ്റെപ്പിൽ ആൻസർ കിട്ടും പറഞ്ഞല്ലോ. ഓക്കെ, അല്ലാതെ കുറെ സ്റ്റെപ്പ് വരും. അതുകൊണ്ട് എന്ത് ചെയ്യാം? പഠിച്ചു വെച്ചിരിക്കുക. n സ്ക്വയർ × d ഇമ്പോർട്ടന്റ് ആണ്. ഇനി ആ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയാൽ ചെയ്യാം. കാൽക്കുലേറ്റ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ സം ഓഫ് ഫസ്റ്റ് 20 ടേംസ് ഓഫ് ദ അടുത്തൊരു സീക്വൻസ് 6, 10, 14 ആൻഡ് 15, 19, 23 എക്സെട്ര. എന്താ? രണ്ട് സീക്വൻസ് ഉണ്ട്. ഏതാ? 6, 10, 14 എക്സെട്ര. മറ്റോ 15, 19, 23 എക്സെട്ര. ഇങ്ങനെ രണ്ട് സീക്വൻസ് ഉണ്ട്. ഈ രണ്ട് സീക്വൻസിലെയും 20 ടേമിന്റെ സം കണ്ടുപിടിക്കുകയാണ്. അപ്പൊ ഈ 20 ടേമിന്റെ സം കണ്ടുപിടിച്ചിട്ട് അതിന്റെ ഡിഫറൻസ് ആണ് ചോദിക്കുന്നത്. ആദ്യത്തെ സീക്വൻസിന്റെ 20 ടേമിന്റെ സമ്മും രണ്ടാമത്തെ സീക്വൻസിന്റെ 20 ടേമിന്റെ സമ്മും ഒക്കെ കണ്ടുപിടിച്ചിട്ട് എന്ത് ചെയ്യുന്നു? അതിന്റെ ഡിഫറൻസ് എടുക്കും നമ്മൾ. ഓക്കെ, അപ്പൊ നമ്മൾ നോർമലി ചിന്തിക്കുന്ന ഒരാൾ എന്ത് ചെയ്യും? ആദ്യം ഇക്വേഷൻ കൊടുത്ത് എന്ത് ചെയ്യും? ആദ്യത്തെ സീക്വൻസിലെ 20 ടൈമിന്റെ സം കണ്ടുപിടിക്കും, അടുത്തതിന്റെ 20 ടൈമിന്റെ സം കണ്ടുപിടിക്കും, പിന്നെ കുറയ്ക്കും. അത്രയും സമയം എടുക്കും. ഓക്കെ, നിങ്ങളിവിടെ എന്ത് ചെയ്യാം? ഇവിടെ ചെറിയ കൊനഷ്ടുള്ളത് നോക്ക്. ഇവിടെ 6, 15 എത്ര കൂടുതലിടാം? 6, 15 വരുമ്പോൾ അവിടെ എത്ര കൂടുതൽ? 9 കൂടുതലാണ് അല്ലേ? 9 കൂടുതലല്ലേ? 9 ആണല്ലോ. അടുത്തോ 10, 19 എന്ന് പറയുമ്പോ അവിടെ എത്ര കൂടുതൽ? 9 കൂടുതലാണല്ലോ. 14, 23 അവിടെയും 9 കൂടുതലാണ് അല്ലേ? അപ്പോ ഈ രണ്ട് സീക്വൻസിലും കറസ്പോണ്ടിങ് ടേംസ് ഡിഫറൻസ് എത്രയാണ്? 9 ആണ്. ഇനി ഈ സീക്വൻസിനെ ഇപ്പൊ 20ാമത്തെ ടൈം എടുക്കുന്ന ശേഷം രണ്ട് സീക്വൻസിലെയും 20ാമത്തെ ടൈം എടുക്കുകയാണെങ്കിൽ അവിടെ എന്തിനായിരിക്കും? തമ്മിലുള്ള ഡിഫറൻസ് എത്രയായും? 9 ആയിരിക്കും. ഓക്കെ ആണല്ലോ. അപ്പോ ഈ രണ്ട് സീക്വൻസിലെയും ഓരോ ടേംസ് തമ്മിലുള്ള ഡിഫറൻസ് എത്രയാണ്? 9 ആണ് ആണല്ലോ. അങ്ങനെ 20 ടേം എടുക്കുകയാണെങ്കിൽ ഡിഫറൻസ് എത്ര? 9 എത്ര പ്രാവശ്യം വരും? 20 പ്രാവശ്യം വരും.
മനസ്സിലായോ? എന്തോടാ 20 ടേം എടുക്കുകയാണെങ്കിൽ ആ ഡിഫറൻസ് എത്ര പ്രാവശ്യം വരും? 9 പ്രാവശ്യം വരും ആണല്ലോ. അപ്പൊ ടോട്ടൽ ആ ഡിഫറൻസ് ഡിഫറൻസ് എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യാൻ മതി? 20 ഇൻറ്റു 9 ചെയ്യാൻ മതി. എത്ര ഇട്ടോടാ? 180 ഇട്ടു. അല്ല രണ്ടിന്റെ സം കൊണ്ട് പിടിച്ച് പിന്നെ ഡിഫറൻസ് എടുക്കാൻ നിൽക്കേണ്ട ആണല്ലോ. കാരണം ഓരോ ടേമും തമ്മിലുള്ള ഡിഫറൻസ് എത്രയാണ്? അവിടെ 9 ആണ്. ഓരോ ടേമും തമ്മിലുള്ള ഡിഫറൻസ് 9 ആണ്. അങ്ങനെ 20 ടേം ആയതുകൊണ്ട് 20 ഇൻറ്റു എത്ര വരും? 9 എന്ന് വരും. കണ്ടല്ലോ എത്ര ഉണ്ട്? 180 എന്ന് വരും. ഓക്കെ, ഇവിടെ എന്ത് ചെയ്യുക? ഓമ ചൂസ് ചെയ്യാം. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് മെയിനായിട്ട് എന്ത് ചെയ്യുക നിങ്ങൾക്ക് ചെയ്യാനുള്ള 10th ടെക്സ്റ്റ് ബുക്കുമായി ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കാനുള്ളൂ. ഓക്കെ, ഇനി ആ +1 കുറച്ച് കാര്യങ്ങൾ കൂടി എന്ത് ചെയ്യാം? ജസ്റ്റ് ഒന്ന് നമുക്ക് എന്ത് ചെയ്യാം? നോക്കി പോവാം കേട്ടോ. നോടാ ക്വസ്റ്റ്യൻ, ഇഫ് mth term is n and nth term is m, then find first term common difference pth term. അത് mth term n ആണ്, ഒരു nth term m ആണ്. ഓക്കെ, അങ്ങനെ ഫസ്റ്റ് ടേം എത്രയാണ്? കോമൺ ഡിഫറൻസ് എത്രയാണ്? pth ടേം എത്രയാണ് ചോദിക്കുന്നുള്ളത്. ഇവിടെ കോമൺ ഡിഫറൻസ് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, അതായത് അവിടെ ടേമും അതിന്റെ പൊസിഷനും അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു വരികയാണെങ്കിൽ കോമൺ ഡിഫറൻസ് എത്രയായിരിക്കും? എപ്പോഴും -1 ആയിരിക്കും. കണ്ടല്ലോ, കോമൺ ഡിഫറൻസ് എപ്പോഴും -1 ആയിരിക്കും. ഓർമ്മ വേണം. ഓക്കെ, അപ്പോ അതായത് 10ാമത്തെ ടേം 12, 12ാമത്തെ ടേം 10 അതുപോലെ വരുമ്പോ അതേപോലെ എവിടെയും mth ടേം എത്ര എന്നുണ്ട്? n എന്നുണ്ട് അല്ലേ? n എന്നുണ്ട്, പിന്നെയോ nth ടേം m എന്നുണ്ട് ആണല്ലോ. ഓക്കെ, അപ്പൊ അവന്റെ പൊസിഷനും ടേമും അവിടെ തിരിച്ചറിഞ്ഞിട്ടുള്ളത് അല്ലോ. അപ്പൊ കോമൺ ഡിഫറൻസ് എപ്പോഴും എന്തായിരിക്കും? എപ്പോഴും -1 ആയിരിക്കും. ഓർമ്മ വേണം, ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ ആണോ? കോമൺ ഡിഫറൻസ് എപ്പോഴും -1 ആയിരിക്കും. ഇവിടെ ഫസ്റ്റ് ടേം എന്ന് പറയുമ്പോ അത് എളുപ്പത്തിൽ ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ഫസ്റ്റ് ടേം ഈക്വൽ ടു അവിടെ എന്ത് ചെയ്യുക? ഈ m+n എടുക്കുക, -1 ആയിരിക്കും. ഒന്നിൽ കാണാൻ വേണ്ടി ചോദിച്ചിരിക്കുക കേട്ടല്ലോ. അത് നല്ല എഴുതും. m+n -1 അല്ലെ സ്റ്റെപ്പ് നമുക്ക് ചേർന്നെങ്കിൽ മെനക്കെടാണ്. m+n -1 ആണ് ഫസ്റ്റ് ടേം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അതുപോലെ അതിന്റെ pth ടേം ചോദിക്കുകയാണെങ്കിൽ, pth ടേം ആണെങ്കിൽ ഇതേപോലെ എന്ത് ചെയ്യുക? m+n മൈനസ് എന്ന് കൊടുക്കുക, ആ p എന്ന് കൊടുക്കുക കേട്ടോ. കോമൺ ഡിഫറൻസ് എപ്പോഴും -1 ആയിരിക്കും. ഫസ്റ്റ് ടേമോ m+n -1, pth ടേം ആണെങ്കിലോ m+n -p. ഫോർ എക്സാമ്പിൾ, ഒരു സീക്വൻസിൽ 8th ടേം 12 അങ്ങനെ 12th ടേം p, സോറി 12th ടേം 8. ഓക്കെ, 8 അങ്ങനെയാണെങ്കിൽ കോമൺ ഡിഫറൻസ് എത്ര ആയിക്കോടാ? d = -1. തർക്കമില്ലല്ലോ. ഫസ്റ്റ് ടേം കാണാനായിട്ട് എന്ത് ചെയ്യാം? രണ്ട് നമ്മൾ പ്ലസ് ചെയ്യാം. ഓക്കെ, 12 + 8 -1, 12 ഇട്ട് 20 -1 19 ഇട്ടു. ഇത്രേ ഉള്ളൂ. ഓക്കെ, ക്വസ്റ്റ്യൻ പറയുമ്പോൾ അത്ര തോന്നുന്നതേ ഉള്ളൂ. പറഞ്ഞല്ലോ 12 + 8 ചെയ്യാം, -1 ചെയ്യാം. ഓക്കെ, ഇനി ആ സീക്വൻസില് ഒരു 20th ടേം ചോദിക്കുന്നത് ചോദിച്ചു. ആ സീക്വൻസ് 30th ടേം ആണ് ചോദിക്കുന്നതെങ്കിൽ നമുക്ക് അവിടെ എന്ത് ചെയ്യാം? ഇതേപോലെ 12 + 8 മൈനസ് എത്ര കൊടുക്കുക? 30 അങ്ങ് കൊടുക്കുക. അവിടെ നമ്മൾ കൂട്ടിയിട്ട് 30 അങ്ങ് എടുക്കുക. ഓക്കെ, 12 8 എത്ര? 20 അല്ലേ? 20 മൈനസ് 30 എത്ര ഇട്ടോടാ? -10. ഇനി 20th ടേം ആണ് ചോദിക്കുന്നതെങ്കിലോ, 20th ടേം ആണെങ്കിൽ എത്ര ഇടാ? 12 + 8 - 20 എത്ര വരും? 0 വരും. ഓക്കെ, അതൊരു പ്രോപ്പർട്ടി ആണ്. അതായത് ഇപ്പോ 6th ടേം തന്നിട്ടുണ്ടെന്ന് വിചാരിക്കുക. 6th ടേം 40 ഉണ്ട്. അതുപോലെ എന്താ 17th ടേം ഈക്വൽ ടു 95 എന്ന് വിചാരിക്കുക. ഓക്കെ, അങ്ങനെ ചോദിക്കുന്നത് എന്തായിരിക്കും? 23rd ആയിരിക്കും. അതായത് ഇതിന്റെ രണ്ടിന്റെ സം ആണ് ചോദിക്കുന്നതെങ്കിൽ ഇവിടെ പറയില്ലേ 12 8 അല്ലേ വന്നത്? 12 കിട്ടും ആണല്ലോ. എത്ര കിട്ടി? 20 കിട്ടി ആണല്ലോ. 20th ടേം എത്ര വന്നു? 0 വന്നു. അതേപോലെ 6th ടേം 14 അല്ല, 6th ടേം തിരിഞ്ഞു വരണ്ടേ? സോറി 6th ടേം 17 എന്നും 17th ടേം 6 വന്നു കേട്ടോ. തിരിഞ്ഞു പറഞ്ഞേ കേട്ടോ, മാർക്കോല്ലേ? തിരിഞ്ഞു പറഞ്ഞാൽ 6th ടേം 17 എന്നും 17th ടേം 6 ആണ് വരുന്നതെങ്കിൽ അവിടെ കോമൺ ഡിഫറൻസ് കാണാൻ വേണ്ടി എന്ത് ചെയ്യാം? കോമൺ ഡിഫറൻസും -1 ആയിരിക്കും ആണല്ലോ. ഇപ്പൊ 23rd ടേം ആണ് ചോദിക്കുന്നതെങ്കിൽ എത്ര ആയിരിക്കും? അത് 0 ആയിരിക്കും. ഓർമ്മിച്ചോണം. ഓക്കെ, 23rd ടേം ആണെങ്കിൽ 0 ആയിരിക്കും. ഓക്കെ, ഫസ്റ്റ് ടേം ചോദിക്കണേ എന്ത് ചെയ്യാം?
17 6 കൂട്ടുക 23 ഒന്ന് കുറച്ചാൽ മതി. എത്ര 22 കിട്ടും ഫസ്റ്റ് ടൈം. ഓക്കെ, അല്ലാതെ ഇപ്പൊ 25ാമത്തെ ടൈം 30ാമത്തെ ടൈം ഒക്കെ ചോദിക്കണമെങ്കിൽ എന്ത് ചെയ്യുക, ഈ M+N അത് നമ്മൾ കൂട്ടിയിട്ട് എത്രാമത്തെ ചോദിക്കുന്നത് തമ്മിൽ അങ്ങ് കുറയ്ക്കുക. അതേപോലെ 30ആണെങ്കിൽ എന്ത് ചെയ്യുക, ഈ 12 8 കൂട്ടിയിട്ട് 30 കുറച്ചില്ല, അതേപോലെ തമ്മിൽ കൂട്ടുക. ഇപ്പൊ 17 6 കൂട്ടുക. അപ്പൊ 25ാമത്താണെങ്കിൽ എന്ത് ചെയ്യുക, -25 കൊടുക്കുക. അത്രേ ഉള്ളൂ. ഓക്കെ, ഈ ഒരു ക്വസ്റ്റ്യൻ പഠിച്ചു വെച്ചിരിക്കുക കേട്ടല്ലോ. ഓക്കെ, +1 അടുത്ത ചോദ്യം, ദ സം ഓഫ് n ടേംസ് ഓഫ് 2 at ഒരു സീക്വൻസ് ആർ ഇൻ ദ റേഷ്യോ 3n + 8 7n + 15. രണ്ട് അടുത്തൊരു സീക്വൻസ് ഉണ്ട്. രണ്ട് അടുത്തൊരു സീക്വൻസ്, അതിൽ സം ഓഫ് n ടേംസിന്റെ റേഷ്യോ ആണ് ഉള്ളത് 3n + 8 എന്നും 7n + 15 ആണ്. ഓക്കെ, അപ്പൊ രണ്ട് സീക്വൻസിന്റെ സമ്മിന്റെ റേഷ്യോ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഫൈൻഡ് ദ റേഷ്യോ ഓഫ് ദ 12th ടേം. ആ രണ്ട് സീക്വൻസിലെയും 12th ടേമിന്റെ റേഷ്യോ ആണ് ചോദിക്കുന്നത്. ഓക്കെ, ഇപ്പൊ നമ്മൾ സാധാരണ +1 പഠിപ്പിക്കുമ്പോൾ നല്ല ഡീറ്റെയിൽ ആയിട്ട് എന്ത് ചെയ്യും, നമുക്ക് ചെയ്ത് എടുക്കേണ്ടി വരും. ഞാൻ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഷോർട്ട് കട്ട് വെച്ച് പറഞ്ഞുതരാം. ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, സ്റ്റെപ്പ് പറഞ്ഞാൽ നിങ്ങൾക്ക് തല നിൽക്കത്തില്ല. ഓക്കെ, തല നിൽക്കത്തില്ല, ഓക്കെ, അത്രയും സമയം എടുക്കും, വേണ്ട. അപ്പൊ ഇവിടെ എന്ത് ചെയ്യാം, ഈ ഒരു ടൈപ്പ് വരുമ്പോൾ അതായത് സമ്മിന്റെ റേഷ്യോ ഉണ്ട്, എന്നിട്ട് ഏതോ ഒരു ടേമിന്റെ റേഷ്യോ ആണ് ചോദിക്കുന്നത് ആണല്ലോ. അപ്പൊ നിങ്ങൾ അവിടെ എന്ത് ചെയ്യാം, 12th ടേമാണ് ചോദിക്കുന്നത് ആണല്ലോ, അതിന്റെ ഇരട്ടി എടുത്തിട്ട് ഒന്ന് മൈനസ് ചെയ്യാം. എത്ര ഡ്രോ 24 - 1 23 കിട്ടും ആണല്ലോ. എന്തോടാ, ഏത് ടേമാണോ ചോദിക്കുന്നത് അതിന്റെ ഇരട്ടി എടുക്കുക, ഒന്ന് മൈനസ് ചെയ്യാം. ഓക്കെ, 23 കിട്ടും ആണല്ലോ. ഇനി ഈ വാല്യൂ ഈ നമ്മുടെ ഈ റേഷ്യോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. നമ്മുടെ 3n + 8 = 7n + 15 എന്നല്ലേ. ഇതിൽ n-ന്റെ സ്ഥാനത്ത് 23 കൊടുക്കുക. അപ്പൊ 3 × 23 + 8 = 7 × 23 + 15. 3 × 23 എന്ന് പറയുമ്പം 9 6. ഇവിടെയോ 7 3 21 2 7 2 14 16 161 + 15 69 8 77 വരും. ഇവിടെ 161 61 71 86 186 വരും. ഓക്കെ, സോറി 61 76 176. ഓക്കെ, അപ്പൊ 77 കിട്ടി, 176 കിട്ടി. ഇനി സിംപ്ലിഫൈ ചെയ്യാൻ പറ്റുമോ നോക്കുക. സിംപ്ലിഫൈ ആയിട്ട് നോക്കുമ്പോൾ ഇവിടെ 77 176 അല്ലേ, നമുക്ക് എത്ര വെച്ച് വിടാം, 7 വെച്ച് 176 7 2 14 30 പോകില്ല, 11 വെച്ച് ചെയ്യാം. 77 എത്ര പ്രാവശ്യം ഇടാം, 7 പ്രാവശ്യം പോവും. ഇവിടെയോ 176 17 ഒരു പ്രാവശ്യം 11 ബാക്കി 6 66. എത്ര ഇട്ടാ 7:16 7:16. ഓക്കെ, എന്തായാലും ഇതിന്റെ ആക്ച്വൽ മെത്തേഡിനെ കാട്ടി എന്തുകൊണ്ട് എളുപ്പമാണ് പറഞ്ഞല്ലോ. ഇവരെ പഠിച്ചു വെച്ചാൽ സമ്മിന്റെ റേഷ്യോ എന്നിട്ട് അല്ലെങ്കിൽ ടേമിന്റെ റേഷ്യോ ചോദിക്കുന്ന എന്ത് ചെയ്യുക, ടേമിന്റെ ഇരട്ടി എടുക്കുക, ഒന്ന് മൈനസ് ചെയ്യുക. ആ വാല്യൂ എന്ത് ചെയ്യുക, നമ്മൾ ആ ഒരു റേഷ്യോയിൽ അല്ലെങ്കിൽ എന്താ സമ്മിന്റെ റേഷ്യോ എന്ത് ചെയ്യുക, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഓക്കെ, ഉള്ളിൽ ഏറ്റവും എളുപ്പത്തിൽ പറഞ്ഞല്ലോ, മാക്സിമം എന്ത് ചെയ്യുക, പഠിച്ചെടുത്തേക്കുക കേട്ടല്ലോ. ഓക്കെ, അപ്പൊ അടുത്തോട്ട് പോവാം. അടുത്ത നമുക്ക് എന്താ, എനിക്ക് ഒരു കാര്യം പറയാൻ വിട്ടുവിടാം. അടുത്തൊരു മീൻ പറയാൻ വിട്ടു. അതായത് അടുത്തൊരു മീൻ ഒരു സീക്വൻസിലെ രണ്ട് ടേം ഇപ്പൊ എയും ബിയും ആണെങ്കിൽ, സീക്വൻസിലെ രണ്ട് ടേം എയും ബിയും ആണെങ്കിൽ അടുത്തൊരു മീൻ കാണാനായിട്ട് എന്ത് ചെയ്യാം, a+b/2 കേട്ടോ. a+b/2 ആണ് ഓർമ്മിച്ചോണം. അടുത്തൊരു മീൻ എന്ന് പറയുമ്പോൾ a+b/2 ആണ്, a+b/2. ഇനി ജോമെട്രി മീൻ അവിടെ പറഞ്ഞു പോവാം കേട്ടോ. ജോമെട്രിക് മീൻ ആണെങ്കിലോ √ab ആണ് കേട്ടോ. രണ്ടും പഠിച്ചോണേ, ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ നോർമൽ സാധാ പരീക്ഷകൾക്ക് ചോദിക്കാൻ ഇമ്പോർട്ടന്റ് ആണ്. അടുത്തൊരു സീക്വൻസിന്റെ അപ്പൊ അടുത്തൊരു മീൻ ആണെങ്കിൽ എന്താ a+b/2. ജോമെട്രി മീൻ ആണെങ്കിൽ എന്താ √ab കേട്ടല്ലോ. ഇത് വെച്ച് ക്വസ്റ്റ്യൻ ഒക്കെ വരാം, അതുകൊണ്ട് എന്ത് ചെയ്യുക, പഠിച്ചു വെച്ച് ചെയ്യുക. ഓക്കെ, അത് എയും ബി രണ്ട് വാല്യൂസ് വന്നിരിക്കും, എന്ത് ചെയ്യുക, ജസ്റ്റ് എന്ത് ചെയ്യുക, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക കേട്ടല്ലോ. a+b/2 √ab ട്യൂഷൻ പഠിച്ചേ പറ്റൂ, ഉറപ്പായിട്ടും പഠിച്ചിരിക്കുക കേട്ടല്ലോ. ഓക്കെ, ഇമ്പോർട്ടന്റ് ആണ്. അടുത്തൊരു മീൻ a+b/2, ജോമെട്രി മീനോ √ab. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ഇഫ് a⁻n + b⁻n ഡിവൈഡ് ബൈ a⁻n + 1 + b⁻n + 1 ഈസ് അടുത്തൊരു മീൻ ബിറ്റ്വീൻ a ആൻഡ് b, then find the value of n എന്നാണ്. ഓക്കെ, ഇവിടെ എയും ബി നമ്മളുള്ള
അടുത്തൊരു മീൻ ആണ് എ റൈസ് ടു എൻ പ്ലസ് ബി റൈസ് ടു എൻ ബൈ എ റൈസ് ടു എൻ പ്ലസ് 1 പ്ലസ് ബി റൈസ് ടു എൻ പ്ലസ് 1 എന്നുള്ളത്. അങ്ങനെ എന്നിന്റെ വാല്യൂ എത്ര എന്നാണ്. ഇത് ക്വസ്റ്റ്യൻ വലുതാണെങ്കിലും ആൻസർ സിമ്പിൾ ചെയ്ത സ്റ്റെപ്പ് 3 ആണ്. ഓക്കെ, എങ്കിലും കിട്ടുന്ന ആൻസർ സിമ്പിൾ ആണ്. ഓക്കെ, അതുകൊണ്ട് ഈ ആൻസർ കാണാൻ പഠിച്ച് വെച്ചിരിക്കുക കേട്ടോ. n = 1 ആയിരിക്കും കേട്ടോ. ജസ്റ്റ് ഈ ക്വസ്റ്റ്യൻ കാണുമ്പോൾ അറിയാലോ. ഓക്കെ, ജസ്റ്റ് മൈൻഡിൽ വെച്ച് വയ്ക്കുക. n = എത്ര ആയിക്കൂടാ, 1 ആയിരിക്കും കേട്ടല്ലോ. അല്ലാതെ തീരെ നമുക്ക് ചെയ്യുന്ന രീതിയിലോട്ട് പോകാൻ നിൽക്കണ്ട കേട്ടല്ലോ. ക്വസ്റ്റ്യൻ നോക്കി വെച്ചിട്ട് ആൻസർ 1 ആണെന്ന് കാണാൻ പഠിച്ച് വെച്ചിരിക്കുക കേട്ടോ. ഓക്കെ, അതായിരിക്കും നല്ലത്. ഓക്കെ, പിന്നെ ഇതിൽ ഏകദേശം അടുത്തൊരു പ്രോഗ്രസ് ഏകദേശം ആയിരുന്നു നമ്മുടെ +1ലും മതിയാവും ഏകദേശം. ഓക്കെ, പിന്നെ ഉള്ളത് ചിലപ്പോൾ സമ്മ് വന്നിട്ട് ഒരു സീക്വൻസ് വന്നിട്ട് അല്ല സമ്മ് വന്നിട്ട് എന്ത് ചെയ്യാം, എത്ര ടൈമിന്റെ സമ്മാണെന്ന് ചോദിക്കാം കേട്ടല്ലോ. ഓക്കെ, ഒരു സീക്വൻസിന്റെ സമ്മ് വന്നിട്ട് എത്ര ടൈമിന്റെ സമ്മാണെന്ന് ചോദിക്കാം. ഓക്കെ, ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇപ്പൊ 2, 5, 8 എക്സെട്ര ഒരു സീക്വൻസ്. ആ സീക്വൻസിലെ കുറെ ടേമിന്റെ സമ്മ് ഇപ്പൊ ഒരു ഞാൻ വെറുതെ ഒരു എടുക്കണം, ഒരു 680 എന്ന് വിചാരിച്ചു. ജസ്റ്റ് ഒരു എക്സാമ്പിൾ കേട്ടല്ലോ, എടുക്കുകയാണ്. ഇനി എന്ത് ചെയ്യാം, നമ്മൾ ഇവിടെ സമ്മുണ്ട് 680 അല്ലോ. അത് എത്ര ടൈമിന്റെ സമ്മാണെന്നാണ് വേണ്ടത്. അപ്പൊ എന്ത് ചെയ്യാം, നിങ്ങൾ അവിടെ ഫസ്റ്റ് ടൈം നോക്കുക. എത്ര, ഫസ്റ്റ് ടൈം 2 ആണല്ലോ. കോമൺ ഡിഫറൻസ് വരുമ്പോൾ 5 - 2 എത്ര കിട്ടും, 3 എന്ന് വരും. ഓക്കെ, ഇനി എന്ത് ചെയ്യാം, അവിടെ നമ്മുടെ സമ്മിന്റെ ഇക്വേഷൻ n/2 × 2f + n - 1 × d = 680 കൊടുക്കുക. n/2 n അതുപോലെ ഇട്ടേക്ക്, n അറിയത്തില്ല. n/2 × 2f എന്ന് പറയുമ്പോൾ 2 × 2 പ്ലസ് n - 1 അറിയത്തില്ല, അതേപോലെ ഇട്ടേക്കുക ബൈ d. d എന്ന് പറയുമ്പോൾ എത്ര, 3 അല്ലേ. ഓക്കെ, ഡിക്ക് 3 കൊടുക്കുക. 3 = 680. ഈ ബൈ 2 നേരെ അപ്പുറത്ത് കൊണ്ടുപോവാം. n × 2 × 2 4 പ്ലസ് ഇവിടെ 3 ഉണ്ടാകത്തോണ്ടെങ്കിൽ എന്ത് ചെയ്യാം, 3 × n 3n 3 × 1 അല്ലേ, എത്ര ഇട്ടൂടാ, -3 ഈക്വൽ ടു ഈ ബൈ 2 നേരെ ഇപ്പൊ കൊണ്ടുവന്നല്ലോ. ഇവിടെ ഇൻറ്റു ചെയ്യുമ്പോൾ 0 8 16 1 ശിഷ്ടം 6 6 12 13. ഓക്കെ, 1360 വരും. ഓക്കെ, ഇനി n × 4 - 3 1. ഓക്കെ, 3n + 4 - 3 1 അല്ലേ, 1 ഈക്വൽ ടു എത്ര കിട്ടും, 1360. ഇനിയോ n ഉണ്ടാകത്തോടെ ഇന്ത്യ, n ഉണ്ടാകത്തോടെ ഇന്ത്യ ചെയ്യുമ്പം 3n² എന്ന് വരും. 3n² പ്ലസ് n × 1 ചെയ്യുമ്പോൾ എത്ര, n. എന്നിട്ട് ഈ 1360 നേരെ ഇപ്പുറത്ത് കൊണ്ടുവരിക, -1360 സമയത്ത് ഇട്ടാ 0 എന്ന് വരും കേട്ടല്ലോ. ഇപ്പൊ എന്ത് കിട്ടിയിട്ടാ, ഒരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ കിട്ടി ഇല്ലേ. ബാക്കി എന്ത് ചെയ്യുക, ഇത് സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ വെച്ച് സോൾവ് ചെയ്ത് നമ്മൾ അതിന്റെ വാല്യൂ കണ്ടുപിടിക്കുക. നമ്മൾ ആ സെറ്റ് എന്ന ചാപ്റ്ററിലൊക്കെ നമ്മൾ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ സോൾവ് ചെയ്യുന്നത് പറഞ്ഞിട്ടുണ്ട്. ഇക്വേഷനൊക്കെ x = -b ± √b² - 4ac/2a കേട്ടല്ലോ. ഓക്കെ, ഇതിൽ കൊടുത്ത് എന്ത് ചെയ്യുക, അവിടെ n-ന്റെ വാല്യൂ കണ്ടുപിടിക്കുക. ഓക്കെ, ചോദിക്കുന്ന സാധ്യത വളരെ കുറവാണ്. ഓക്കെ, അതുകൊണ്ടാണ് പിന്നെ പറയാത്തത് ഇത്രയായിട്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ ചോദിക്കുന്ന സാധ്യത കുറവാണെങ്കിലും എന്ത് ചെയ്യാം, നോക്കി വെച്ച് ചെയ്യാം. ഇവിടെ ഈ നമ്പർ 680 ഞാൻ ജസ്റ്റ് ചുമ്മാ ഇട്ടെന്നേ ഉള്ളൂ, നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടിയിട്ട് ഇട്ടെന്നേ ഉള്ളൂ, പറഞ്ഞല്ലോ. ഓക്കെ, അപ്പോൾ അത് ചെയ്ത് വരുമ്പോൾ എന്ത് കിട്ടും, ഒരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ കിട്ടും കേട്ടല്ലോ. ഓക്കെ, എന്നാൽ നിങ്ങൾ ചെയ്തു വരുമ്പോൾ ഉറപ്പായും ഒരു വലിയ ഇക്വേഷനൊക്കെ ആയി പോകും. അതുകൊണ്ട് അങ്ങനെ ചോദിക്കാൻ സാധ്യത കുറവാണ് കേട്ടല്ലോ. ഓക്കെ, എന്നിരുന്നാലും എന്ത് ചെയ്യാം, ഒന്ന് നോക്കി വെച്ചിരിക്കുക എങ്ങനെയാണ് ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞിട്ടല്ലോ. പിന്നെ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ സോൾവ് ചെയ്യാനും പഠിച്ചോണം. ഇവിടെ -b എന്ന് പറയുമ്പോൾ എത്ര എന്ന് പറയുമ്പോൾ a എന്ന് പറയുമ്പോൾ നമ്മുടെ n² കൂടെ ഉള്ളത് 3, b എന്ന് പറയുമ്പോൾ n-ന്റെ കൂടെ ഉള്ളത് 1, c എന്ന് പറയുമ്പം -1360 കേട്ടോ. ഈക്വൽ ടു -b എന്ന് പറയുമ്പോൾ -1 ± √b² എന്ന് പറയുമ്പോൾ 1² -4 × a 3 × 1360 ബൈ 2 × 3. ഓക്കെ, ഈക്വൽ ടു -1 ± √1-ന്റെ സ്കോർ എന്ന് തന്നെ ഇവിടെ ഇൻറ്റു ചെയ്യുമ്പോൾ മൈനസ് എന്താ പ്ലസ് ആകും. ഓർമ്മിച്ചോണേ, അത് ഇമ്പോർട്ടൻ്റ് ആണ്. മൈനസ് എന്താവും, പ്ലസ് ആകും. എപ്പോഴും ഓർമ്മയാണ്, മൈനസ് പ്ലസ് ആകും. ഓക്കെ, ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉത്തരം തെറ്റി പോകും. ഓക്കെ, ബാക്കി എന്ത് ചെയ്യുക, ഇവിടെ ഇൻറ്റു ചെയ്ത് എന്ത് ചെയ്യുക, ഇവിടെ എഴുതുക ബൈ 2 × 3 6. ഓക്കെ, ബാക്കി സോൾവ് ചെയ്തെടുക്കുമ്പോൾ കിട്ടും നമുക്ക് n-ന് 2 ആൻസർ കിട്ടും.
ഓക്കെ, ഞാൻ ജസ്റ്റ് ഒരു നമ്പർ കിട്ടുന്നേ ഉള്ളൂ കേട്ടല്ലോ. ഓക്കെ, നിങ്ങൾക്ക് വേണമെങ്കിൽ എല്ലാം ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ ഇത്രയാണ് എന്ത് അടുത്തൊരു പ്രോഗ്രഷനുമായി ബന്ധപ്പെട്ടുള്ളത്. ഇനി എന്ത് ചെയ്യുക, നമുക്ക് ജോമെട്രി പ്രോഗ്രഷൻ ആണ് നോക്കേണ്ടത്. ഓക്കെ, അടുത്തതായിട്ട് ജോമെട്രി പ്രോഗ്രഷൻ ആണ് പറയാനുള്ളത്. ഡെഫിനിഷൻ നോക്കണ്ട. ആ ജോമെട്രി പ്രോഗ്രഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ അടുത്തൊരു പ്രോഗ്രഷൻ എന്ന് പറഞ്ഞാൽ ഒരു കോൺസ്റ്റന്റ് ടേം എന്ത് ചെയ്യണം, അവിടെ കൃത്യമായിട്ട് എന്ത് ചെയ്യും, ആഡ് ചെയ്ത് പോകും ആണല്ലോ. ഇവിടെ ജോമെട്രി പ്രോഗ്രഷൻ വരുമ്പോൾ ഒരു കോൺസ്റ്റന്റ് വാല്യൂ എന്ത് ചെയ്യും, നമ്മളതിന്റെ കോമൺ റേഷ്യോ എന്ന് പറയും കേട്ടല്ലോ. അവിടെ കോമൺ ഡിഫറൻസ്, ഇവിടെ കോമൺ റേഷ്യോ എന്ന് പറയുന്നത്. ഓക്കെ, ആ ഒരു നമ്പർ എന്ത് ചെയ്യണം, തൊട്ടടുത്ത ടൈമിന് എന്ത് ചെയ്യും, മൾട്ടിപ്ലൈ ചെയ്തായിരിക്കും പോകുന്നത്. ഓക്കെ ആണോ? അത് തൊട്ടടുത്ത ടൈമിന് എന്ത് ചെയ്യും, ആ കോമൺ റേഷ്യോ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് പോകും. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഫസ്റ്റ് ടൈം 2 എന്ന് എടുത്തേ, ആ കോമൺ റേഷ്യോ അപ്പോൾ R=3 എന്ന് കൊടുക്കുകയാണെന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പൊ 3 കൊണ്ട് എന്ത് ചെയ്യും, നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത് പോകും. 2 × 3 6, 18, 54 ഇങ്ങനെ പോകും കേട്ടല്ലോ. ഇതാണ് ജോമെട്രി പ്രോഗ്രഷൻ എന്ന് പറയുന്നത്. ഓക്കെ ആണോ? ഇപ്പൊ ഫസ്റ്റ് ടൈം 1/2 ആണ് വിചാരിക്കുക. 1/2 കോമൺ റേഷ്യോ ഒരു 1/3 ആണ് വിചാരിക്കുക. അങ്ങനെ എന്ത് ചെയ്യാം, ഓർഡിനറി ഇൻറ്റു ചെയ്യാം. 1/2 × 1/3 വരുമ്പോൾ എന്ത് വരടാ, 1/6 എന്ന് വരും. അടുത്ത് 1/18 എന്ന് വരും. അടുത്ത് 1/54 എന്ന് വരും. ഇങ്ങനെ എന്ത് ചെയ്യുക, അവിടെ പോകും. ഓക്കെ ആണോ? ഒരു നമ്പർ കൊണ്ട്, ഒരു കോൺസ്റ്റന്റ് നമ്പർ കൊണ്ട് എന്ത് ചെയ്യും, നമ്മളവിടെ അവിടെ മൾട്ടിപ്ലൈ ചെയ്തായിരിക്കും അവിടെ പോകുന്നത്. അതാണ് ജോമെട്രി പ്രോഗ്രഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ എന്ത് ടൈം കാണാനായിട്ട്, എന്ത് ടേം കാണാനായിട്ട് a ഈക്വൽ ടു എന്താ, AR⁻n−1. കേട്ടോ, ഇതാ AR⁻n−1. ഇതാണ് എന്ത് nth ടൈമിന്റെ. ഓക്കെ, അപ്പോ ഇവിടെ ഇപ്പോൾ 10th ടൈം കാണണമെന്ന് വിചാരിക്കുക. അവിടെ എന്ത് ചെയ്യാൽ മതി, AR⁻n−1 പറയുമ്പോൾ 10−1 അല്ലേ, 10−1 9 ഡയറക്റ്റ് കൊടുത്തായി. 10ാമത്തെ ടൈം ആണെങ്കിൽ AR⁻9. നമ്മുടെ അടുത്തുള്ള സീക്വൻസിലാണെങ്കിലോ അവിടെ നമുക്ക് എന്ത് ചെയ്യുവാണെങ്കിൽ F പ്ലസ് 10ാമത്തെ ടൈം ആണെങ്കിൽ 9D എന്ന് കൊടുക്കാം. അവിടെ ഫസ്റ്റ് ടൈമിനോട് എന്ത് ചെയ്യുക, 9 പ്രാവശ്യം D കൂട്ടുമ്പോൾ 10ാമത്തെ കിട്ടും. ഓക്കെ, ഇനി ഇവിടെ A25 ആണ് വേണ്ടതെന്ന് വിചാരിക്കാം. എങ്കിലോ AR⁻3 കൊടുക്കുക, 24 കൊടുക്കുക. അടുത്തൊരു പ്രോഗ്രഷൻ ആണെങ്കിലോ F പ്ലസ് എത്ര 24D എന്ന് കൊടുക്കുക. ഓക്കെ ആണോ? അപ്പോൾ A33 അവിടെ എന്ത് ചെയ്യണം, AR⁻32 എന്ന് വരും, ഒന്ന് കുറവ്. ഓക്കെ, അവിടെ F പ്ലസ് എത്ര D, 32D. ഇനി നമുക്ക് എടുക്കുന്നത്. ഓക്കെ, അപ്പൊ ഇക്വേഷൻ ഇല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അല്ലാതെ നമുക്ക് എടുക്കാവുന്നേ ഉള്ളൂ പറഞ്ഞല്ലോ. എന്താണ് nth ടൈമിന്റെ കാര്യം പറഞ്ഞത്. ഓക്കെ, ഇനി സമ്മിന്റെ ഇക്വേഷൻ Sn ഈക്വൽ ടു A × R⁻n−1 by R⁻1. അപ്പോൾ A × R⁻n−1 by R⁻1. അവിടെ കണ്ടീഷൻ ഉണ്ട്, ആറിന്റെ വാല്യൂ എന്തായിട്ടുണ്ടാവും, ഒന്നിനെക്കാട്ടിയും വലുതായിരിക്കും. ആറിന്റെ വാല്യൂ കോമൺ റേഷ്യോ എടുക്കുമ്പോൾ അത് ഒന്നിനെക്കാട്ടി വലുതാണെങ്കിൽ എന്ത് ചെയ്യാം, R⁻n−1 by R⁻1 എടുക്കാം. ഇനി നേരെ തിരിച്ചാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, A × 1 - R⁻n by 1 - R. അതെപ്പോഴോ ആറിന്റെ വാല്യൂ ഒന്നിനെക്കാട്ടി ചെറുതാണ്. അപ്പോൾ 6 ചെറുതാണെങ്കിൽ എന്ത് ചെയ്യുക, 6 രണ്ടാമത് എഴുതും. നമ്മൾ 6 വലുതെങ്കിൽ 6 ആദ്യം എഴുതും, അത്രേ ഉള്ളൂ. ഓക്കെ, A × R⁻n−1 by R⁻1. ഇപ്പൊ തന്നെ പഠിച്ചു പോവാ. A × R⁻n−1 by R⁻1 എപ്പോഴും 6 വലുതെങ്കിൽ ആണല്ലോ. ഇനി 6 ചെറുതാണെങ്കിൽ എന്ത് ചെയ്യുക, 6 രണ്ടാമത് എഴുതുക. A × 1 - R⁻n by താഴെ 1 - R. ഇതാണ് സമ്മിന്റെ ഇക്വേഷൻ. ജോമെട്രിക് മീൻ നമ്മൾ പറഞ്ഞല്ലോ, എന്താ ജോമെട്രിക് മീൻ, എന്താ √AB. ഇതാണ് ജോമെട്രിക് മീൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇക്വേഷനായിട്ട് മെയിനായിട്ടും ഈ 3 പഠിച്ചാൽ മതിയാവും ഇതിൽ. ഓക്കെ, നമ്മൾ അടുത്തൊരു പ്രോഗ്രഷൻ പോലെ കുറെ കാര്യങ്ങളൊന്നുമില്ല, ഈ 3 ഇക്വേഷൻ പഠിച്ചാൽ മതിയാവും. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഒരു ജോമെട്രി പ്രോഗ്രഷൻ വന്നിട്ട് ഇപ്പോ എക്സാമ്പിൾ എടുക്കാം. 3, 12, 48 എക്സെട്ര ആണെന്ന് വിചാരിച്ചു. ഓക്കെ, ഇവിടെ ഫസ്റ്റ് ടേം എന്താണ്, 3 ആണ് ആണല്ലോ. 3 നമ്മൾ കോമൺ റേഷ്യോ കാണാനായിട്ട്, നമ്മൾ കോമൺ ഡിഫറൻസ് ആയിരുന്നു എന്ത് ചെയ്യാം, കോമൺ ഡിഫറൻസ് ആയിരുന്നെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, ഇവിടെ
അടുത്തടുത്ത ടേം തമ്മിൽ എന്ത് ചെയ്യും ഇവിടെ മൈനസ് ചെയ്യും ആണല്ലോ. നമ്മൾ ഇവിടെ എന്ത് ചെയ്യും അടുത്തടുത്ത ടേം തമ്മിൽ എന്ത് ചെയ്യുക ഡിവൈഡ് ചെയ്യുക. ഓക്കെ, അതായത് സെക്കൻഡ് ടേം A2 എന്ന് എടുക്കുകയാണ്, സെക്കൻഡ് ടേമിന് ഫസ്റ്റ് ടേം കൊണ്ട് ഡിവൈഡ് ചെയ്യുക, അല്ലെങ്കിൽ തേർഡ് ടേമിന് സെക്കൻഡ് ടേം കൊണ്ട് എന്ത് ചെയ്യുക ഡിവൈഡ് ചെയ്യുക. ഓക്കെ, അപ്പോ അടുത്തൊരു പ്രോഗ്രഷൻ ആണോ എന്നൊക്കെ ചോദിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യുക കോമൺ ഡിഫറൻസ് കണ്ടുപിടിച്ച് നോക്കുക. എല്ലാത്തും സെയിം ആണെങ്കിൽ എന്തായിരിക്കും സീക്വൻസ് ആയിരിക്കും. ഓക്കെ, ജോമെട്രി പ്രോഗ്രഷൻ ആണെങ്കിലോ അടുത്തടുത്ത ടൈം എന്ത് ചെയ്യുക ഒന്ന് ഡിവൈഡ് ചെയ്ത് പോവുക. ഓക്കെ, അപ്പോൾ സെക്കൻഡ് ടൈം 12/3 ആണ്, എത്ര കിട്ടും 4 എന്ന് കിട്ടും. ഇതാണ് കോമൺ റേഷ്യോ ആണല്ലോ. ഇനി നമുക്കിപ്പോ കണ്ടുപിടിക്കേണ്ടത് 25th ടൈം ആണ്, അല്ലെ 20th ടൈം ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യുക A6 എത്ര കൊടുക്കും നമ്മളിവിടെ 19 ഇല്ലേ, ഒന്ന് കുറച്ചല്ലേ A6n-1 ആണ്. അപ്പൊ A6-19, A എന്ന് പറയുമ്പോൾ 3 ആണ്, 3 × 6 എത്ര 4 അല്ലേ, 4/19 എന്ന് വരും. ഇത് വേറെ ചെയ്യാൻ പറ്റില്ല നമുക്ക് നോർമലി, അതുകൊണ്ട് എന്ത് അങ്ങ് ഇട്ട് ചെയ്യാം. ഇനി അവിടെ എന്ത് ടേമാണ് ചോദിക്കുന്നതെങ്കിൽ അവിടെ എന്ത് ചെയ്യാം A6n-1 അല്ലേ നമ്മൾ ഇക്വേഷൻ, അവിടെ എന്ത് ചെയ്യാം എക്ക് 3 കൊടുക്കുക, 3 × 6 സ്ഥാനത്ത് 4/n-1 n അതേപോലെ ഇട്ടേക്കും നമ്മൾ, അത്രേ ഉള്ളൂ an എന്ന് പറയുന്നത്. ഓക്കെ, എളുപ്പമല്ലേ, a കണ്ടുപിടിക്കുക 6 കണ്ടുപിടിക്കുക, എന്നിട്ട് എന്ത് ചെയ്യുക ഇപ്പോ എന്ത് ടൈമാണ് ചോദിക്കുന്നത്, 20th ടൈം ആണ് 10th ടൈം ആണ് അങ്ങനെ ചോദിക്കുന്നത് എന്ത് ചെയ്യുക A6 20th ആണെങ്കിൽ 19, 25th ആണെങ്കിലോ A6 24 വരും, അത്രേ ഉള്ളൂ. ഓക്കെ ആണല്ലോ. ഓക്കെ, ഇതാണ് എന്ത് ടേമും എന്താ കൃത്യമായിട്ട് എന്താ ഒരു ടേം ചോദിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യാം ഇതെല്ലാം ചെയ്യാം. ഓക്കെ, ഇനി സമ്മൂടെ കണ്ടുപിടിക്കാം നമുക്ക്. സമ്മിന്റെ ഇക്വേഷൻ ഇപ്പൊ Sn = എന്താ A × R(n-1/r-1) ആണല്ലോ. എന്തുകൊണ്ട് ഇങ്ങനെ എടുത്താ 6 എന്ന് പറയുമ്പോൾ 4 അല്ലേ, 4 ഒന്നിനെക്കാളും വലുതാണ്, അപ്പൊ ഇത് എടുക്കുക. ഓക്കെ, = A എന്ന് പറയുമ്പോൾ എത്ര 3. ഇപ്പൊ സമ്മ് കണ്ടുപിടിക്കേണ്ട ഒരു 20 ടേംസിന്റെ സമ്മാണെന്ന് വിചാരിക്കാം, 20 ടേംസിന്. അപ്പോ A 3 × R എന്ന് പറയുമ്പോൾ 4, അപ്പൊ 4/20 - 1/r-1 എന്ന് പറയുമ്പോൾ എത്ര 4-1. ഓക്കെ ആണോ. അപ്പൊ = 3 × 4/20 നമുക്ക് നോർമലി ചെയ്യാൻ പറ്റത്തില്ല, അതുകൊണ്ട് അതേപോലെ ഇട്ടേക്കാം കേട്ടല്ലോ. /4-1 എത്ര 3, രണ്ട് ക്യാൻസൽ ആയി പോവും, എത്ര കിട്ടും 4/20 - 1. 4/20 വലിയൊരു സംഖ്യ കിട്ടും കേട്ടോ. ഓക്കെ, അതിന്റെ ആവശ്യമില്ല, ഇതെല്ലാം കിട്ടേ. ഇത്രേ ഉള്ളൂ സമ്മ് കാണാനായിട്ട്. മെയിനായിട്ടും ഇത് മൂന്നും പഠിച്ചു വെച്ചിരിക്കുക പറഞ്ഞല്ലോ. എന്താ എന്റെ കോമൺ റേഷ്യോ കാണാനും, പിന്നെന്താ 20th ടൈം അല്ലെങ്കിൽ 10th ടൈം അല്ലെങ്കിൽ എന്താ ജോയിന്റ് പ്രൊഫഷന്റെ എന്ത് ടൈം കാണാനായിട്ട് എന്ത് ചെയ്യുക പഠിച്ചു വെച്ചിരിക്കുക, പിന്നെ സമ്മ് കാണാനായിട്ട്. ഓക്കെ, നിങ്ങൾക്ക് ആ ടെക്സ്റ്റുകൾ ഒന്നിട്ട് ചോദ്യങ്ങൾ എന്ത് ചെയ്യണം, അത്യാവശ്യം വേണമെന്നുള്ള ചോദ്യങ്ങൾ എന്ത് ചെയ്യാം നോക്കിയിട്ട് പോവാം. ഓക്കെ, വിച്ച് ടേം ഓഫ് ദ GP 2, 8, 32 etc. up to n terms is 13, 10, 72. ഓക്കെ, 1, 10, 100, 1000, 10,00,000, 1,31,072. ഓക്കെ, അപ്പോ ഈ ഒരു ടേം എന്ന് പറയുമ്പോൾ ഈ ഒരു GPയില ജോയിന്റ് പ്രൊഫഷനിലെ എത്രാമത്തെ ടേം എന്നാണ് ചോദിക്കുന്നത്. ഓക്കെ, എത്രാമത്തെ ടേം എന്നാണ് ചോദിക്കുന്നത്. അപ്പൊ ആദ്യം എന്ത് ചെയ്യുക ഫസ്റ്റ് ടേം എത്ര, ഫസ്റ്റ് ടേം 2 അറിയാലോ. ഇനി കോമൺ റേഷ്യോ എന്ന് പറയുമ്പോൾ സെക്കൻഡ് ടേമിന് ഫസ്റ്റ് കൊണ്ട് ഞങ്ങൾ ഡിവൈഡ് ചെയ്യാം, അപ്പൊ 8/2 4 ആണല്ലോ. ഇനി ഇത് എത്രാമത്തെ ടേം എന്നല്ലേ നമ്മളെ nth ടേമിന്റെ ഇക്വേഷനിൽ കൊടുക്കുക, n = നമ്മുടെ ഈ നമ്പർ 131072 കൊടുത്ത്. ഇനി ന്റെ ഇക്വേഷൻ എന്താ AR(n-1) AR(n-1) = കൊടുക്കുക 131072. ഫസ്റ്റ് ടൈം 2 അല്ലേ, 2 × R എന്ന് പറയുമ്പോൾ 4 n അറിയത്തില്ല, അതുപോലെ കൊടുക്കുക n-1 = 1072. ഓക്കെ, അപ്പൊ 2 ഇവിടെ ഇൻഡിപെൻഡന്റ് ആണ്, 2 ഇതുകൂടെ എന്ത് ചെയ്യാം ക്യാൻസൽ ചെയ്യാം. ഓക്കെ, ക്യാൻസൽ ചെയ്താൽ 6 × 2 12, 1 11, 5 × 2 10, 5 7 3 2 6, 12 6 എന്ന് കിട്ടും. അപ്പോ 4(n-1) = 65536 കിട്ടി. ഓക്കെ, അതായത് ഇവിടെ 4ന്റെ പവർ ആണോ ഉള്ളത്, അതല്ലോ 4ന്റെ പവറിലാണ് കിടക്കുന്നത്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക ഇനി ഈ കിട്ടിയ ആൻസറിനെ 4 വെച്ച് എന്ത് ചെയ്യുന്നു ഫാക്ടറൈസ് ചെയ്യാം. നോക്കടാ
5 5 3 6 ഫാക്ടറൈസ് ചെയ്യണം 4 വെച്ച്. ഓക്കെ 4 വെച്ച് ഫാക്ടറൈസ് ചെയ്യുമ്പം ഒന്ന് ഡിവൈഡ് നോക്കുക. ഞാൻ ജസ്റ്റ് പെട്ടെന്ന് ചെയ്ത് പോകണേടാ. 6 5 3 6 ബൈ 4 16 384. ഓക്കെ 4 കൊണ്ട് ഭാഗിച്ച് നോക്കുക കേട്ടോ. ഓക്കെ ബൈ 4 40 96. വീണ്ടും 4 വെച്ച് 1024. ഓക്കെ ഇനി 256 ആയി. 256 64 4 വെച്ച് 16 4 4. ഓക്കെ അപ്പൊ 4 വെച്ച് ഫാക്ടറൈസ് ചെയ്ത് പോയി. അവിടെ 4n-1 ഈക്വൽ ടു 4 എത്ര പ്രാവശ്യം ഉണ്ട്? 4 1 2 3 4 5 6 7 8 പ്രാവശ്യം ഉണ്ട് അല്ലേ? അപ്പൊ 8 എന്ന് വരും. 8 കൊടുക്കുക. അവിടെ ബേസ് സെയിം ആണല്ലോ, രണ്ടും 4ന്റെ പവർ ആണ്. 4n-1 ഇവിടെ 4 എത്ര 8 ആണല്ലോ. അപ്പൊ എന്ത് ചെയ്യാം, അവിടെ n-1 ആയിരിക്കും ഇവിടുത്തെ 8 എന്ന് പറയുന്നത് ആണല്ലോ. രണ്ടും എന്താ 4ന്റെ പവർ ആണല്ലോ. അപ്പൊ എന്ത് ചെയ്യുക, രണ്ട് പവർ തമ്മിൽ എന്ത് ചെയ്യുക, ഇക്വേറ്റ് ചെയ്യുക. അവിടുത്തെ n-1 ഇവിടുത്തെ 8 തമ്മിൽ എന്ത് ചെയ്യുക, ഇക്വേറ്റ് ചെയ്യുക. അപ്പൊ അതിന് n ഈക്വൽ ടു 8 ഈ മൈനസ് ഇപ്പുറത്ത് വരുമ്പോൾ എന്താ അവിടെ പ്ലസ് ഒന്നാവും. എത്ര കിട്ടും? 9 എന്ന് കിട്ടും. ഓക്കെ ആണോ? ഇതേപോലെ n കണ്ടുപിടിക്കാനായിട്ട് ചോദിക്കാം. അതേപോലെ സമ്മ് വന്നിട്ടും എന്ത് ചെയ്യാം, സമ്മ് വന്നിട്ടും ഇതെല്ലാം എന്ത് ചെയ്യാം, നമുക്ക് n കണ്ടുപിടിക്കാൻ വേണ്ടി ചോദിക്കാം. ഓക്കെ അതിന്റെ ഒരു ക്വസ്റ്റ്യൻ ചെയ്യാം. ഇപ്പൊ 3 ഒരു സീക്വൻസ് 3 3 3/2 3/4 etc. Sum are needed to give the sum 3069/512. Okay. Sum ഉണ്ട്. അപ്പൊ സീക്വൻസ് ഇതാണ്, അവിടെ സം ഉണ്ട്. ഓക്കെ അപ്പൊ ഇവിടെ എന്ത് ചെയ്യാം, ആദ്യം ഫസ്റ്റ് ടേം എ എന്ന് പറയുമ്പോ 3. കോമൺ റേഷ്യോ എന്ന് പറയുമ്പോൾ ഇവിടെ നമുക്ക് 3 ഇവിടെ 3/2 ആണെന്നല്ലോ, 3യുടെ ഹാഫ് ആണ് എടുത്തിട്ടുള്ളത് അല്ലേ? അപ്പൊ 3/2 ആയില്ലേ, ഹാഫ് ആയില്ലേ? റേഷ്യോ എത്ര ആയിരിക്കും? ഹാഫ് വെച്ചായിരിക്കും ഇൻറ്റു ചെയ്യുന്നത്. ഓക്കെ അല്ലാന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, അവിടെ ജസ്റ്റ് ഡിവൈഡ് ചെയ്യാം. സെക്കൻഡ് ടേമിന് എത്ര ഉണ്ട്, ഫസ്റ്റ് ടേം കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 3 ഉണ്ട്. ഞാൻ 3ക്ക് ഒരു ബൈ ഒന്നുകൂടെ കൊടുത്തേ, എന്നിട്ട് 3/2 ആ 3/1 എന്ത് ചെയ്യാം, നമ്മള് ഹരിക്കുമ്പോൾ ഡിവൈഡ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യുന്ന എന്ത് ചെയ്യണം, ഫ്രാക്ഷൻസ് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, സെക്കൻഡ് ടേമിന്റെ റെസിപ്രോക്കൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും ഇല്ലേ? സെക്കൻഡ് ടേമിന്റെ റെസിപ്രോക്കൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ ഇൻറ്റു 1/3 എന്ന് വരും. 3 3 ക്യാൻസൽ ആകുമ്പോൾ എന്ത് കിട്ടും, 1/2 എന്ന് വരും. ഓക്കെ 3 ആണ് ഇവിടെ എന്താ 3/2 ആയി, ഹാഫ് ആയി. അപ്പൊ റേഷ്യോ എത്ര ആയിരിക്കും, 1/2 ആയിരിക്കും, ഹാഫ് ആയിരിക്കും. അങ്ങനെ ഓർമ്മിച്ചിരിക്കുക. ഓക്കെ 6 കിട്ടി. സമ്മ് കണ്ടുണ്ടല്ലോ, എത്രയെന്ന് സമ്മ് SN ഈക്വൽ ടു 3069/512. ഇവിടെ സമ്മിന് ഏത് ഇക്വേഷൻ എടുക്കടാ, ഇവിടെ റേഷ്യോ 1/2 അല്ലേ, 1-നെക്കാളും ചെറുതാണല്ലോ. അപ്പൊ എന്ത് ചെയ്യാം, 6 രണ്ടാമത് എഴുതുക, 1 വലുത് ആണല്ലോ, ഏതാണ് വലുത് അതാദ്യം എഴുതുക പറഞ്ഞിട്ടല്ലോ. അപ്പൊ a × 1 - RN/1 - R ഈക്വൽ ടു നമ്മൾ സമ്മ് കൊടുക്കുക 3069/512. a എന്ന് പറയുമ്പോൾ എത്ര 3 അല്ലേ, അപ്പൊ 3 × 1 - R/n എന്ന് പറയുമ്പോൾ 6 1/2n അറിയത്തില്ല, അതുപോലെ ഇട്ടേക്കുക ബൈ 1 - ½ ഈക്വൽ ടു 30 സോറി Mm. 3069/512. ഓക്കെ ഇവിടെ വെച്ചോണ്ടെങ്കിൽ ഈ 3യും ഇവിടുത്തെ ഇതുകൊണ്ട് ചെയ്യാം, ക്യാൻസൽ ചെയ്യാം, ഇട്ട് ചുമ്മാ മനക്കെടുത്തണ്ട. ഓക്കെ 1 0 6 2 പ്രാവശ്യം, ഇവിടെ എത്ര 3 പ്രാവശ്യം. ഓക്കെ ഇനി ബാക്കി 1 - ½
ദ ഹോൾ റേസ് ടു n ബൈ ദ 1 മൈനസ് ഹാഫ് എത്ര ഒന്നിന് അര കുറച്ച് കഴിഞ്ഞാൽ വീണ്ടും അര തന്നെ അല്ലേ ഹാഫ് തന്നെ ഈക്വൽ ടു 1023 ബൈ 512. ഓക്കെ ഈ ഹാഫ് നേരെ മേലിൽ പോകുമ്പോൾ എന്ത് ചെയ്യണം അവിടെ റെസിപ്രോക്കൽ കൊണ്ട് മൾട്ടിപ്ലൈ അല്ലേ നേരെ തിരിച്ചങ്ങിടുക കേട്ടല്ലോ 2 അങ്ങ് മേലിൽ പോവേ 2 അങ്ങ് മേലിൽ പോയിട്ട് 2/1 എന്നാവും 2/1 ഇൻറ്റു നമ്മുടെ 1 മൈനസ് ഹാഫ് ദ ഹോൾ റേസ് ടു n ഈക്വൽ ടു 1023 ബൈ 512. ഓക്കെ ഇനി എന്ത് ചെയ്യാ ഈ 2നെ നേരെ താഴെ കൊണ്ടുവരിക ഇങ്ങനെ നേരെ താഴെ കൊണ്ടുവരിക അപ്പോൾ 1 മൈനസ് ഹാഫ് ദ ഹോൾ റേസ് ടു n ഈക്വൽ ടു 1023 ബൈ 2 താഴെ വരുമ്പോൾ എന്താ അവിടെ 2 കൊണ്ട് ഇൻറ്റു ചെയ്യാം അവിടെ മേലിൽ 2 ആയിരുന്നു 2 കൊണ്ട് ഇൻറ്റു ചെയ്യുന്നല്ലോ ഇവിടെ വരുമ്പോൾ എന്താ ഡിവൈഡ് ആവും നേരെ താഴെ പോകും പറഞ്ഞിട്ടല്ലോ അവിടെ ഇൻറ്റു ചെയ്യുമ്പോൾ എന്താണ് 1024 എന്നാവും 512 നേരെ 2 താഴെ വരുമ്പോൾ എന്താവും ഇൻറ്റു ചെയ്യാം ഓക്കെ ഉണ്ട് ഇനി 1 ഈ നമ്പറിന്റെ നേരെ സമയം ഇപ്പുറത്തുണ്ടെന്നേ മൈനസ് 1023 ബൈ 1024 ഈക്വൽ ടു ഈ മൈനസ് 1/2 റൈസ് ടു ഹാഫ് ഉണ്ടല്ലോ അതിനിപ്പുറത്ത് കൊണ്ടുപോകും 1/2 റൈസ് ടു n സോറി 1/2 റൈസ് ടു n മേലിലും കൊണ്ട് സമയം അപ്പുറത്തും കൊണ്ടുപോയി ഓക്കെ എന്നിട്ട് ഇനി എന്ത് ചെയ്യാം ഇവിടെ നിന്ന് കൊണ്ട് ക്രോസ് ചെയ്യുന്നോട്ട് 1 ഇൻറ്റു 1024 ചെയ്യുമ്പോൾ കിട്ടൂടാ 1024 മൈനസ് 1023 ബൈ 1024 ഈക്വൽ ടു 1/2 റൈസ് ടു n വരും അല്ല ഇവിടെ കൊടുക്കാം 1 റൈസ് ടു 4 ഒന്നിനല്ലോ 1/2 റൈസ് ടു n കൊടുത്തു ഇവിടെ മൈനസ് എത്ര ഇടാം 1024 മൈനസ് 1023 1/1024 ചെയ്യുമ്പോൾ എത്ര ഇട്ടോ 1/2 റൈസ് ടു n എന്ന് കിട്ടും ആണല്ലോ എന്ത് ചെയ്യാ താഴെ മേല് രണ്ടും ഒന്നാണല്ലോ ബൈ എത്ര 1024 ഉണ്ട് മറ്റെത്ര 2 റൈസ് ടു n ഉണ്ട് ആണല്ലോ അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാം 1024 രണ്ടുകൊണ്ട് ഫാക്ടറൈസ് ചെയ്യാം 1024 രണ്ടുകൊണ്ട് ഘടകക്രിയ ചെയ്യാം 512 256 128 10 പ്രാവശ്യം പോകും കേട്ടോ 64 32 16 8 4 2 2 ഓക്കെ മൊത്തം 10 പ്രാവശ്യം കാണും കേട്ടല്ലോ അപ്പൊ 1/2 റൈസ് ടു n ഈക്വൽ ടു എത്ര ഇട്ടോ 1/2 റൈസ് ടു 10 അതായത് n ഈക്വൽ ടു ആയിരിക്കും എന്താ ഇവിടുത്തെ 10 അപ്പൊ സമ്മതിട്ടും ചോദിക്കാം അല്ലെങ്കിൽ എന്ത് ചെയ്യാം അല്ലെങ്കിൽ എന്തിടം അതുകൊണ്ടും എന്ത് ചെയ്യാം അവിടെ n കാണാനായിട്ട് ചോദിക്കാം ഓക്കെ ആണോ അടുത്തായിട്ട് ഇൻസേർട്ട് 3 നമ്പേഴ്സ് ബിറ്റ്വീൻ 1 and 256 സോ ദാറ്റ് ദ റിസൾട്ടിംഗ് സീക്വൻസ് ഇസ് എ GP അങ്ങനെ ഞാൻ ചോദിക്കുന്നത് അതായത് GP-യിലെ ടേംസ് ആവാൻ വേണം 1-നും 256 ഇടയ്ക്ക് 3 ടേംസ് വരെയും വേണം ഓക്കെ അപ്പൊ ഇതിൽ പറയുമ്പോൾ ഏതൊക്കെയാണ് നമ്പേഴ്സും ചോദിക്കാം ഇപ്പോൾ 1 ഇടയ്ക്ക് 3 നമ്പർ ആണല്ലോ 256 ഓക്കെ ഇതൊരു GP ആണെന്നുണ്ടല്ലോ അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ ഫസ്റ്റ് ടേം എത്ര ഫസ്റ്റ് ടേം ഒന്നെന്നുണ്ട് ആണല്ലോ ഇനി ഈ 256 എന്ന് പറയുമ്പോൾ എത്ര 1 2 3 4 5ാമത്തെ ടേം ആണ് അപ്പൊ A5 ആണ് എന്ത് A5 ആണ് 256 A5 256 ഉണ്ടല്ലോ ഓക്കെ എത്ര ടൈം നോക്ക് ഇനി നമ്മളെ ഇക്വേഷൻ A5 എന്ന് പറയുമ്പോൾ AR എത്രയാണ് 4 ആണ് ആണല്ലോ ഒന്ന് കുറച്ച് ചെയ്താ ഓക്കെ 286 ഇനി A എന്ന് പറയുമ്പോൾ ഒന്നല്ലടാ 1 ഇൻറ്റു R⁴ ഈക്വൽ ടു 286 അത് R⁴ ഈക്വൽ ടു 256 എന്ന് പറയുമ്പോൾ ഒന്ന് ഫാക്ടറൈസ് ചെയ്യാം 256 അവിടെ ബേസ് 4 ആയതുകൊണ്ട് 4 വെച്ചിട്ട് ഫാക്ടറൈസ് പോവാം കേട്ടല്ലോ 64 4 16 4 ഓക്കെ 4 എത്ര പ്രാവശ്യം വരും 4 പ്രാവശ്യം വരും കേട്ടല്ലോ അതായത് R ഈക്വൽ എത്ര കിട്ടും R ഈക്വൽ ടു 4 കിട്ടും R⁴ ഈക്വൽ ടു 4:4 അല്ലേ ആണല്ലോ അത് R ഈക്വൽ 4 കിട്ടും എന്ന് വിചാരിക്കും ഓക്കെ എന്നാൽ അവിടെ ചെറിയൊരു പ്രശ്നമുണ്ട് അതായത് നമ്മളിപ്പോ ഒരു സംഖ്യയുടെ റൂട്ടൊക്കെ എടുക്കുമ്പം ഇപ്പൊ 16ന്റെ റൂട്ട് എടുക്കുമ്പോ 16ന്റെ റൂട്ട് എടുത്തു കഴിഞ്ഞാൽ അവിടെ എന്ത് കിട്ടും നമുക്ക് 4 കിട്ടും ഇല്ലേ 4 കിട്ടും 4 മാത്രമാണോ ഉള്ളത് അല്ല 4 മാത്രമല്ല എന്ത് അവിടെ +4 വരും -4 വരും
4ന്റെ സ്കോറും 16ആണ്, -4ന്റെ സ്കോറും 16ആണ്. ഓക്കെ, അതേ കണ്ടീഷൻ ഇവിടെ റൈസ് ടു 4 ആയതുകൊണ്ട് ഇവിടെയും ബാധകമാണ് കേട്ടല്ലോ. അപ്പൊ ഇവിടെ എന്ത് ചെയ്യണം, ആറിന്റെ വാല്യൂ എന്താ +4 വരും -4 വരും. ഓക്കെ, അപ്പൊ ഓർമ്മിച്ചോണേ കേട്ടല്ലോ. ഓക്കെ, നമ്മള് സ്കോറിന്റെ അതേ കാര്യം തന്നെ ഇവിടെയും ആപ്ലിക്കബിൾ ആണ്. അവിടെ എന്ത് ചെയ്യുക, r = +4 വരും -4 വരും. അപ്പൊ ഇവിടെ എന്ത് ചെയ്യുക, ഇപ്പൊ നമ്പേഴ്സ് വരുമ്പോ 1 256 ആണല്ലോ. അപ്പൊ 4 വെച്ച് ചെയ്താണെങ്കിൽ 1 1 7 4 4 4 7 16 16 × 4 64 ഈ 3 ടേം വരും. ഇനി -4 വെച്ച് ചെയ്യുകയാണെങ്കിലോ 1 4 -4 കൊണ്ട് ചെയ്യുമ്പോൾ -4 എന്ന് വരും. അടുത്തോ ഇവിടെ -4 കൊണ്ട് ഇൻറ്റു ചെയ്യുമ്പോൾ 4 7 16 ആണല്ലോ. -4 കൊണ്ടാണല്ലോ അടുത്ത ഇവിടുത്തെ മൈനസും മൈനസും എന്ത് ചെയ്യും, അവിടെ പ്ലസ് ആയി പോകും. അടുത്ത 16 × -4 ചെയ്യുമ്പോഴോ -64 വരും. ലാസ്റ്റ് എത്ര 286 വരും. ഓക്കെ, 1 തൊട്ട് മൈനസ് വരും പറഞ്ഞല്ലോ, കാരണം ഇവിടെ -4 ആണ്. -4 × നമ്മളെ റേഷ്യോയില് -4 ചെയ്യുമ്പോൾ കിട്ടും ഈ മൈനസ് എന്താ അവിടെ പ്ലസ് ആയി പോകും കേട്ടല്ലോ. അതുകൊണ്ടാണ് അടുത്ത 16 വന്നപ്പോൾ അവിടെ പ്ലസ് ആയത്. അവിടെ വീണ്ടും -4 കൊണ്ട് ഇൻറ്റു ചെയ്യുമ്പോൾ എന്താവും, സൈൻ മൈനസ് ആവും. ഓക്കെ, ഇവിടെ മൈനസ് വരും. ഓക്കെ, അവിടെ വീണ്ടും ഇൻറ്റു ചെയ്യുമ്പോൾ -64 × -4 ചെയ്യുമ്പോൾ വീണ്ടും മൈനസ് അവിടെ പ്ലസ് ആവും. ഓക്കെ ആണോ? അപ്പോ ഇത്തരത്തിലും ക്വസ്റ്റ്യൻ വരാം. ഇനി അടുത്തൊരു പ്രോഗ്രഷനില്ല 4 ടൈമാണ് വരേണ്ടെങ്കിൽ എന്ത് ചെയ്യാം, അവിടെ ഇടയ്ക്ക് 3 ടൈം പറഞ്ഞെങ്കിൽ എന്ത് ചെയ്യാം, അപ്പൊ നേരത്തെ ചെയ്ത പോലെ 5ാമത്തെ ടൈം അല്ലേ, 5ാമത്തെ ടൈമാണ് 286. ഫസ്റ്റത്തെ ടൈമാണ് എന്ത് 1. അത് വെച്ച് എന്ത് ചെയ്യുക, ഡി കണ്ടുപിടിക്കുക. അപ്പൊ നമ്മൾ ആ ടേം ഡിഫറൻസ് ബൈ അതിന്റെ പൊസിഷൻ ഡിഫറൻസ് അത് വെച്ച് എന്ത് ചെയ്യുക, ഡി കണ്ടുപിടിച്ചിട്ട് ഓരോന്ന് വെച്ച് എഴുതി പോവാം. ഓക്കെ, അപ്പൊ ഇത്രയാണ് എന്ത് അതിലുള്ളത്. ഇനി ഉള്ളത് അടുത്ത ചോദ്യം, അടുത്തൊരു മീൻ ഈക്വൽ 10 എന്നും ജോമെട്രിക് മീൻ ഈക്വൽ 8 എന്നുമാണ്. അടുത്തൊരു മീൻ ഈക്വൽ 10 എന്നും ജോമെട്രിക് മീൻ ഈക്വൽ 8 എന്നുമാണ് ക്വസ്റ്റ്യൻ. അങ്ങനെയാണെങ്കിൽ ഫൈൻഡ് ദ നമ്പേഴ്സ്. 2 നമ്പർ എയും ബി ആണ് വിചാരിച്ചു. 2 നമ്പർ അതിന് അടുത്തൊരു മീനുണ്ട് ജോമെട്രിക് മീനും ഉണ്ട്. ഓക്കെ, ക്വസ്റ്റ്യൻ ഷോർട്ട് ആയിട്ട് തന്നുള്ളതാണ്. 2 നമ്പറിന് അടുത്തൊരു മീനുണ്ട് ജോമെട്രിക് മീനും ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ആ നമ്പേഴ്സ് വേണമാണ്. നമ്മളിപ്പോ +1 പഠിക്കുന്ന ആ ഒരു രീതിയിൽ ചെയ്യുകയാണെങ്കിൽ നമുക്ക് മെനക്കെടാണ്. അതുകൊണ്ട് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഇവിടെ ഈ ഒരു ടൈപ്പ് ക്വസ്റ്റ്യനിൽ ഏറ്റവും നല്ലത് ആ 4 ഓപ്ഷൻ എടുത്തിട്ട് ചെയ്യുന്നതാണ് പറയണ്ടല്ലോ. ഓക്കെ, 4 ഓപ്ഷൻ എന്ത് ചെയ്യുക, എടുത്തിട്ട് അതിൽ കൊടുത്തിട്ട് ചെയ്ത് നോക്കാം. അതായത് ഇപ്പോ അടുത്തൊരു മീൻ എന്ന് പറയുമ്പോൾ ഇക്വേഷൻ അറിയാലോ. അടുത്തൊരു മീൻ എന്ന് പറയുമ്പോൾ ഇക്വേഷൻ അറിയാലോ, എന്താ a + b/2 ആണല്ലോ. ജോമെട്രി മീൻ എന്ന് പറയുമ്പോഴോ √ab ആണല്ലോ. ഈ 2 ഇക്വേഷനും കൊടുത്ത് ശരിയാണോ നോക്കുക. ആദ്യത്തെ ഓപ്ഷൻ ഇവിടെ 8 12 ആണ്, 8 2 ആണല്ലോ. കൊടുത്തു നോക്കുക 8 + 2/2. ഇവിടെ 2 വെട്ടി വെക്കരുത് പാടില്ല, അങ്ങ് വെട്ടാൻ പാടില്ലേ. 8 + 2 എത്ര 10/2 എത്ര കിട്ടും 5 എന്ന് കിട്ടും ആണല്ലോ. അപ്പോ അടുത്തൊരു മീൻ എത്ര കിട്ടി 5 എന്ന് കിട്ടി. ശരിയാണോ? അല്ലല്ലോ, 10 വേണ്ടത്. അപ്പൊ ആദ്യത്തെ ഓപ്ഷൻ അല്ല. ഇനി രണ്ടാമത്തെ ഓപ്ഷൻ നോക്കുക, അവിടെ എത്ര 12 കിട്ടുവാണല്ലോ, 12 കിട്ടുവാണ്. അപ്പൊ എന്ത് ചെയ്യാ 12 + 8/2 12 കിട്ടും എത്ര 20/2 എത്ര കിട്ടും 10 കിട്ടും. ഓക്കെ, അപ്പോ അടുത്തൊരു മീൻ എത്ര കിട്ടി 10 കിട്ടി. ഇനി ജോമെട്രി മീൻ ശരിയാണ് നോക്കുക, √ab ആണല്ലോടാ. അപ്പൊ √12 × 8 12 8 എത്ര 96 ആണ്. 96 റൂട്ട് ഉണ്ടാവും, 96 റൂട്ടില്ല ആണല്ലോ. അല്ലെങ്കിൽ അവിടെ 8 അല്ലേ നമുക്ക് കിട്ടേണ്ടത്, ജോമെട്രി മീൻ 8 ആണ് കിട്ടേണ്ടത് ആണല്ലോ. 8 അല്ലേ ഇടണ്ട. ഓക്കെ, അവിടെ 8ന്റെ സ്ക്വയർ 64 ഇല്ലേടാ. ഓക്കെ, അവിടെ 96 റൂട്ടില്ലല്ലോ, റൂട്ടില്ല. അപ്പൊ ഇതൊന്നുമില്ല, രണ്ടാമത്തെ ഓപ്ഷൻ വരത്തില്ല. ഇനി മൂന്നാമത്തെ 16 4 a + b/2 ചെയ്യുമ്പം 16 4 എത്ര 16 4 20 20/2 എത്ര കിട്ടൂടാ 10 തന്നെ കിട്ടും. 10 കിട്ടി. ഇനി ജോമെട്രി മീൻ ആണെങ്കിലോ √ab ആണ്. അപ്പൊ ഈക്വൽ ടു √a 16 × 4 16 × 4 ആണ് 64 എത്ര കിട്ടും 8 എന്ന് കിട്ടും. ഓക്കെ, അപ്പൊ 10ഉം 8ഉം കിട്ടിയല്ലോ. അടുത്തൊരു മീനിങ് കിട്ടി, ജോമെട്രി മീനിങ് കിട്ടി. അപ്പോ 16 4 കൊടുത്തോ. അപ്പൊ ഇതായിരിക്കും ആൻസർ കേട്ടല്ലോ. ഇതല്ലേ എളുപ്പം. 4 ഓപ്ഷൻ എന്ത് ചെയ്യാ എടുത്ത് ജസ്റ്റ് കൊടുത്ത് ചെയ്ത് നോക്കുക കേട്ടല്ലോ. ഇതായിരിക്കും എളുപ്പം. ഓക്കെ, ഓർമ്മിച്ചോണേ. അപ്പൊ ഈ ഒരു ടൈപ്പില് ഓപ്ഷൻ എടുത്തിട്ട് ചെയ്ത് എന്ത് ചെയ്യാം
പോവുക. ഓക്കെ, അപ്പൊ അടുത്ത ചോദ്യം, ഇപ്പൊ 12th ഡാം, ഒരു ജീപ്പിലെ 12th ഡാം 8th ഡാം 192 എന്നുണ്ട്. കോമൺ റേഷ്യോ 2 എന്നുണ്ട്. കോമൺ റേഷ്യോ 2 എന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ 12th ഡാം ആണ് ചോദിക്കുന്നത്. ഓക്കെ, 8th ഡാം ഉണ്ട്, കോമൺ റേഷ്യോ ഉണ്ട്, അങ്ങനെ 12th ഡാം ആണ് ചോദിക്കുന്നത് ആണല്ലോ. അപ്പോൾ 12th ഡാം കാണാനായിട്ട് ഇവിടെ നമുക്ക് ഏത് ഡാം ഉണ്ട്? 8th ഡാം ഉണ്ടല്ലോ, ഉണ്ട്. അപ്പൊ 8ാമത്തെ ടേം കഴിഞ്ഞിട്ട് എത്ര പ്രാവശ്യം ഇടാം? അവിടെ 12 വരാനായിട്ട് അവിടെ ഡിഫറൻസ് എത്ര? 4 അല്ലേ? ആണല്ലോ, 4. അപ്പൊ 4 പ്രാവശ്യം എന്ത് ചെയ്യണം? നമ്മുടെ ആ കോമൺ റേഷ്യോ ഉണ്ടല്ലോ, റേഷ്യോ അത് 6, ആ കോൺസ്റ്റന്റ് 2 ഉണ്ടല്ലോ, ആ 2 എന്ത് ചെയ്യണം? 4 പ്രാവശ്യം ഇൻഡിവിജ്വൽ വരുമ്പോ എന്താവുള്ളൂ? 12ാമത്തെ ടൈം ആവുള്ളൂ. അതായത് 8ാമത്തെ ടൈമിലൂടെ ഒരു പ്രാവശ്യം കോമൺ റേഷ്യോ ഇൻഡ് ചെയ്യുമ്പോൾ 9 കിട്ടും, 2 പ്രാവശ്യം ഇൻഡ് ചെയ്യുമ്പോൾ 10 കിട്ടും, 3 പ്രാവശ്യം ആകുമ്പോൾ 11, 4 പ്രാവശ്യം എന്താവും? 12. ആ വ്യത്യാസം നോക്കിയേ പറഞ്ഞിട്ടല്ലോ. അപ്പൊ 8ാമത്തെ ടേമിന് എത്ര പ്രാവശ്യം? 4 പ്രാവശ്യം എന്ത് ചെയ്യാം? 4 പ്രാവശ്യം, സോറി, 4 പ്രാവശ്യം, അതായത് 6/4. ഓക്കെ, 6 4 പ്രാവശ്യം വരെ കേട്ടല്ലോ, 6 × 6 × 6 × 6. അങ്ങനെ 4 പ്രാവശ്യം 6 കൊണ്ട് ഇൻഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടൂടാ? അവിടെ നമുക്ക് 12ാമത്തെ ടൈം കിട്ടും. ഓക്കെ, അപ്പോ A8 എന്ന് പറയുമ്പോൾ എത്ര? 192 അല്ലേ? ഇൻറ്റു 6/4 എന്ന് പറയുമ്പോൾ 2/4. 192 ഇൻറ്റു 2/4 എന്ന് പറയുമ്പോൾ എത്ര? ഒരു 16. ഇൻറ്റു ചെയ്യുമ്പോൾ ആൻസർ കിട്ടും കേട്ടോ. അപ്പൊ 8th ഡാം 192, ചോദിക്കുന്നത് 20th ഡാം ആണ് ചോദിക്കുന്നത് വിചാരിക്കുക, 20th ഡാം. അപ്പൊ എന്ത് ചെയ്യാ? A20 കാണാനായിട്ട് 8th ഡാം 192 ഉണ്ട് അല്ലോ, 8th ഡാമിന് എത്ര പ്രാവശ്യം ഇടാം? അവിടെ ഡിഫറൻസ് 12 അല്ലേ? അപ്പം 6 എത്ര കൊടുക്കുക? 12 കൊടുക്കുക കേട്ടോ. ആ 12 പ്രാവശ്യം 6 കൊണ്ട് ഇൻഡ്യൂ പോകുമ്പോഴാണ് അടുത്ത എത്ര? 20 കിട്ടുന്നത്. ഓക്കെ, കേട്ടല്ലോ. അപ്പൊ ഈ ടൈം വരും ഇതേപോലെ ചെയ്ത് എടുക്കുക കേട്ടല്ലോ. അത് കോമൺ റേഷ്യോ എത്ര പ്രാവശ്യം വേണ്ടി വരും നോക്കുക കേട്ടല്ലോ. അത്രയും ആ റേഷ്യോ ആ പവർ കൊടുത്ത് നമുക്ക് ചെയ്ത് പോവാം. അപ്പൊ 8th ഡാം ഉണ്ട്. ഇപ്പൊ 11th ഡാം ആണ് വേണ്ടെങ്കിൽ എന്ത് ചെയ്യാം? അവിടെ വ്യത്യാസം 3 അല്ലേ? അപ്പൊ 6/3 കൊണ്ട് എന്ത് ചെയ്യണം? ഇൻഡ്യൂ ചെയ്യുക. ഓക്കെ, അത്രയാണ് അതിലുള്ളത്. ഇനി ബാക്കിയൊക്കെ വലിയ കുഴപ്പമില്ലെന്ന് തോന്നുന്നു. അത്യാവശ്യം ഒരു ദിവസം ചെയ്തിട്ട് നമുക്ക് മതിയാകാം. 4th ഡാം, ഒരു ജീവിയിലെ 4th ഡാം A4 എന്ന് പറയുന്നത് 4th ഡാം ഓഫ് എ GP ഈസ് സ്ക്വയർ ഓഫ് ഇറ്റ്സ് സെക്കൻഡ് ഡാം. ഒരു GPയിലെ 4th ഡാം സെക്കൻഡ് ഡാമിന്റെ സ്ക്വയർ ആണ്. ഓക്കെ, അതിന്റെ ഫസ്റ്റ് ഡാം -3 എന്നുണ്ട്, -3 എന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ അതിന്റെ 7th ഡാം ആണ് ചോദിക്കുന്നത്. ഓക്കെ, ഒരു GPയിലെ 4th ഡാം സെക്കൻഡ് ഡാമിന്റെ സ്ക്വയർ ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അതിന്റെ ഫസ്റ്റ് ഡാം എത്ര എന്നുണ്ട്? -3 എന്നുണ്ട്. അങ്ങനെ 7th ഡാം ആണ് ചോദിക്കുന്നത്. ഓക്കെ, അപ്പൊ ഓർമ്മിക്കുക, അതായത് ഇവിടെ A എന്ന് പറയുമ്പോൾ എത്ര? -3 ആണല്ലോ. A എന്ന് പറയുമ്പോൾ -3 ആണ് ആണല്ലോ. അതിന് 6 കൊണ്ട് ഇൻഡ്യൂ ചെയ്താൽ എന്ത് കിട്ടും? സെക്കൻഡ് ടൈം കിട്ടും. വീണ്ടും 6 കൊണ്ട് ഇൻഡ്യൂ ചെയ്യുമ്പോൾ എന്ത് കിട്ടും? അത് R² വരും. തേർഡ് ഡാം വരും. അടുത്തോ വീണ്ടും 6 കൊണ്ട് ഇൻഡ്യൂ ചെയ്യുമ്പോൾ 4th ഡാം വരും. ഓക്കെ ആണോ? അപ്പോ A എന്ന് പറയുമ്പോൾ -3 ആണ്, 6 കൊണ്ട് ഇൻഡ്യൂ ചെയ്ത് പോവാം. ഓക്കെ, അപ്പൊ ഇവിടെ സെക്കൻഡ് ഡാം എന്ന് പറയുമ്പോൾ -3R, അവിടെ 4th ഡാമോ -3R³ ആണല്ലോ. അവിടെ 4th ഡാം എന്ന് പറയുമ്പോൾ സെക്കൻഡ് ഡാമിന്റെ സ്ക്വയർ എന്നുണ്ട് ഇല്ലേ? 4th ഡാം എന്ന് പറയുമ്പോൾ എന്താ? സെക്കൻഡ് ഡാമിന്റെ സ്ക്വയർ എന്നുണ്ട്. അപ്പൊ 4th ഡാം -3R³ ഈക്വൽ ടു സെക്കൻഡ് ഡാം എന്ന് പറയുമ്പോൾ -3R ആണ്, അതിന്റെ സ്ക്വയർ എടുക്കാം. -3R³ ഈക്വൽ ടു ഇവിടെ സ്ക്വയർ എടുക്കുമ്പം -3 അല്ലേടാ, -3യുടെ സ്ക്വയർ എടുക്കുമ്പം നെഗറ്റീവ് മാറി പോസിറ്റീവ് ആയി 9. 6ന്റെ സ്ക്വയർ R². ഓക്കെ, ഇനി R³ ഈ R² നേരെ ഇപ്പുറത്തുണ്ടെന്ന് ബൈ R² ഈക്വൽ ടു 9. ഈ -3 നേരെ ഇങ്ങ് താഴെ കൊണ്ടുവന്നു. അവിടെ -3 ഇൻറ്റു R³ ആണ്. അവിടെ ഇൻറ്റു ആയതുകൊണ്ടാണ് ഇപ്പുറത്ത് വന്നപ്പോൾ എന്താകുന്നത്? ഡിവൈഡ് ആയത് കേട്ടല്ലോ. ഇവിടെ R³ ബൈ R² 6 എന്ന് കിട്ടും.
അതെ ആർ ക്യൂബ് എന്ന് 3 ആർ ഉണ്ടല്ലോ, ആർ സ്ക്വയർ എന്ന് പറയുമ്പോൾ 2 വെട്ടിപ്പോവേ 6 എന്ന് കിട്ടും. ഓക്കെ, ഇവിടെ മൈനസ് 9/3 എത്ര 3 എന്ന് കിട്ടും. അപ്പൊ ആർ ഈക്വൽ ടു എത്ര -3 ആണല്ലോ. അപ്പോ 7th ടൈം ചോദിക്കുകയാണെങ്കിൽ A7 ഈക്വൽ ടു എത്ര AR⁻6 ആണല്ലോ. എ എന്ന് പറയുമ്പോൾ -3 അപ്പൊ -3 ഇൻറ്റു അവിടെ -3⁻6 എന്ന് വരും. ഓക്കെ ആണല്ലോ, ഈക്വൽ ടു ഇവിടെ -3 എന്ന് പറയുമ്പോൾ -3⁻1 അല്ലടാ ആണല്ലോ. അപ്പൊ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, രണ്ടിലും -3⁻1 -3⁻6 AM ഇൻറ്റു AM+n. ഓക്കെ, അപ്പൊ -3 എത്ര ഇടും 7 എന്ന് വരും. ഇതിനെ കൊടുത്തേക്കാം. ഓക്കെ, വരച്ചാൽ നിൽക്കേണ്ട, നമുക്ക് വലിയ ആൻസർ ഒക്കെ കിട്ടും കേട്ടല്ലോ. ഓക്കെ, അപ്പൊ -3 എത്ര ഇടും 7 എന്ന് വരും. ഓക്കെ ആണോ? അപ്പൊ ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യാം, മെയിനായിട്ടും നിങ്ങൾ എന്ത് ചെയ്യുക അതിൽ പഠിച്ചു വെച്ച് ചെയ്യാം. ഓക്കെ, വേറെ ബാക്കി ഡീറ്റെയിൽ ആയിട്ടൊന്നും വേണ്ട, ഇത്രയും മതി. ഓക്കെ ഓക്കെ അപ്പോൾ ഇത്രയാണ് അടുത്തൊരു പ്രോഗ്രഷനും ജോമെട്രി പ്രോഗ്രഷനും അത്യാവശ്യം ലെങ്ത് കൂടുതലാണെന്ന് തോന്നുന്നു. ഓക്കെ, നോക്കി ചെയ്തപ്പോൾ എന്ത് ചെയ്യാം, മാത്സ് ക്വസ്റ്റ്യൻ ഇത് പോയിട്ട് മാത്സ് ക്വസ്റ്റ്യൻ ചെയ്യാം, ഒന്ന് വർക്കൗട്ട് ചെയ്ത് പഠിക്കാം കേട്ടല്ലോ. അപ്പൊ ജോമെട്രി പ്രോഗ്രഷനിൽ കുറെ പ്രൂവ് ചെയ്യാനും മറ്റൊക്കെ ഉണ്ട്, അതൊന്നും വേണ്ട. നമുക്ക് അത്യാവശ്യം പെട്ടെന്ന് ആൻസർ കിട്ടുന്ന ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെ എന്ത് മതി, ചെയ്ത് പഠിച്ചാൽ മതി കേട്ടല്ലോ. അപ്പൊ അടുത്തൊരു പ്രോഗ്രഷൻ അതുപോലെ തന്നെ ജോമെട്രി പ്രോഗ്രഷനും അതേ. ഓക്കെ, ഇനി വേറെ എങ്കിലും വിട്ടുപോയൊന്ന് ഒരു ക്വസ്റ്റ്യൻ വിട്ടുപോയി, അവിടെ പറയാം. നമ്മുടെ അടുത്തൊരു പ്രോഗ്രഷനിലാണ്, അത് ടെക്സ്റ്റിലും അങ്ങനെ ഡീറ്റെയിൽഡ് ഒന്നും പറഞ്ഞിട്ടില്ല, എന്നിരുന്നാലും പഠിച്ചു പോവാം. അതായത് 10ാമത്തെ ടേമിന്റെയും 15ാമത്തെ ടേമിന്റെയും സമ്മ് 90 ആണ് വിചാരിക്കുക കേട്ടോ. 10ാമത്തെയും 15ാമത്തെ ടേമിന്റെ സമ്മ് 90 ആണ്. അങ്ങനെയാണെങ്കിൽ 12ാമത്തെ ടേമിന്റെയും 13ാമത്തെ ടേമിന്റെയും സമ്മ് എത്ര എന്നായിരിക്കും ചോദിക്കുന്നത്. ഓക്കെ, 10ാമത്തെ ടേമിന്റെയും 15ാമത്തെ ടേമിന്റെയും സമ്മ് 90 ആണ്. അങ്ങനെ 12ാമത്തെയും 13ാമത്തെ ടേമിന്റെ സമ്മ് ആയിരിക്കും ചോദിക്കുന്നത്. ഓക്കെ, അപ്പൊ ഈ ഒരു ടൈപ്പ് വരുമ്പോൾ നോക്കണം, എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ? ഈ 10 + 15 എത്ര 25 ആണല്ലോ. അതെ, 10ാമത്തെ ടേം 15ാമത്തെ ടേം സമ്മ് എത്ര 25 ആണ്. അതേപോലെ ഇവിടെ 12 ഇവിടെ 13 ഇല്ലേ, കൂട്ടുമ്പോൾ എത്ര ഇട്ടൂടാ 25. അതായത് ആ ടേമിന്റെ സമ്മ് ടേമിന്റെ പൊസിഷന്റെ സമ്മോടെ സെയിം ആണ് അല്ലെ, ആ സ്ഥാനം പൊസിഷന്റെ സമ്മ് സെയിം ആണല്ലോ. അങ്ങനെയാണെങ്കിൽ ആ ടേമിന്റെ സമ്മോടെ എന്തായിരിക്കും, സെയിം ആയിരിക്കും. എത്ര വരും 90 തന്നെ വരും. റെഡിയാ, പൊസിഷന്റെ സമ്മ് സെയിം ആണെങ്കിൽ ടേമിന്റെ സമ്മോടെ സെയിം ആയിരിക്കും. ഒരു എക്സാമ്പിൾ, ഇപ്പൊ x6 + x19 ഇതാണ് ചോദിക്കുന്നതെങ്കിൽ 6ാമത്തെയും 19ാമത്തെയും ടേമിന്റെ സമ്മാണ് ചോദിക്കുന്നതെങ്കിൽ അപ്പോഴും എന്ത് ചെയ്യാം, 6ഉം 19 കൂട്ടുമ്പോൾ 25 ആണല്ലോ. എത്ര തന്നെ കിട്ടൂടാ 90 തന്നെ കിട്ടും കേട്ടോ. ഇപ്പോ x20 + x5 ഇതാണ് ചോദിക്കുന്നതെങ്കിലും 25 ടേമിന്റെ സമ്മ്, സോറി അതിന്റെ പൊസിഷന്റെ സമ്മ്. അപ്പൊ ഇവിടെ എന്തിനാ ആ രണ്ട് ടേമിന്റെ സമ്മ് 90 തന്നെ വരും. അപ്പൊ ഏത് സീക്വൻസ് എടുത്താലും ഇങ്ങനെയാണ്, ആ പൊസിഷന്റെ സമ്മ് സെയിം ആണെങ്കിൽ ആ ടേമിന്റെ സമ്മ് എന്തായിരിക്കും എപ്പോഴും സെയിം ആയിരിക്കും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് ടേം ഇവിടെ എത്ര വരും 90 കിട്ടണമെങ്കിൽ, ഫസ്റ്റ് ടേമിന് എത്ര വേണം, x24 വരണ്ടേ വേണ്ടേ. അതായത് അവിടെ ആ പൊസിഷന്റെ സമ്മ് എന്ന് പറയുമ്പോൾ 25 ആണല്ലോ ആണ്. ഇവിടെ 1 ആണ് വരുന്നതെങ്കിൽ മറ്റെത്ര വരണം 24 വരണം. ഇവിടെ 2 ആണ് വരുന്നതെങ്കിൽ എത്ര വരണം 23 വരണം. ഓക്കെ, സമ്മ് എത്രയായിരിക്കും 90 ആയിരിക്കും. അപ്പൊ എത്രയാണ് ഇവിടെ മതിയാവുന്നു. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണുള്ളത്. പറഞ്ഞ കാര്യങ്ങൾ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് പഠിച്ചു ചെയ്യുക. കുറച്ച് ഒന്നുകൂടെ ഷോർട്ട് കട്ട് പറഞ്ഞതൊക്കെ എന്ത് ചെയ്യുക, അതുപോലെ തന്നെ പഠിച്ചു വെച്ച് പോവാ കേട്ടല്ലോ. ഓക്കെ, പിന്നെ മാക്സിമം ക്വസ്റ്റ്യൻ എപ്പോഴും പറഞ്ഞാൽ മാക്സിമം ക്വസ്റ്റ്യൻ എന്ത് ചെയ്യുക